തുടർന്ന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു തിരുവചന ഭാഗത്തെ ധ്യാനിക്കാൻ അവസരങ്ങളെ വേർതിരിക്കാം. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 44-ാമത് വചനം ആമുഖമായി വായിക്കണം. ചില വാക്യങ്ങൾ കൂടി ഇടയ്ക്ക് ആവശ്യമെങ്കിൽ വായിച്ച് സഹായിക്കേണ്ടതുണ്ട്. അത് അപ്പോൾ റെഫറൻസ് പറയാം. ദാനിയേൽ പ്രവചനം 2:44. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യത്വങ്ങളെയൊക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. പ്രാർത്ഥിക്കാം. അങ്ങയുടെ രാജ്യം വരണമേ എന്നതാണല്ലോ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന. നിന്റെ രാജ്യത്തിൻ്റെ ശക്തിമത്തായ ആ സന്ദേശം അങ്ങ് ഇഹലോകത്തിൽ പുനരാഗമനം ചെയ്യുന്നു എന്ന സത്യം, അതുവഴി ആത്യന്തിക രാജാവായി അങ്ങ് വിരാജിക്കാൻ പോകുന്നു എന്ന സത്യം ഈ ദേശത്തെ അറിയിക്കാൻ സാധുക്കളായി ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണം. തിരുസാന്നിധ്യം കൂടെ ഇരിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ രാത്രി വചനം ജഡമായി തീർന്നു എന്ന വിശുദ്ധ ലിഖിതത്തെ ആസ്പദമാക്കിക്കൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്ത മരണത്തിൻ്റെ തലങ്ങളിലൂടെയാണ് നമ്മുടെ വിശകലനം മുമ്പോട്ട് പോയത്. അനുബന്ധ ചർച്ചകളിലൂടെയാണ് ഇന്നും നമ്മൾ വരുന്നത്. ഞാൻ പറഞ്ഞു, ഒരു പറുദീസയുടെ അനുഭവത്തിൽ നിന്ന് അതിന് നഷ്ടം ഭവിച്ച മനുഷ്യനെ ആ പറുദീസ ജീവിതത്തിൻ്റെ സുഗമമായ അനുഭവത്തിലേക്ക് മടക്കിയെത്തിക്കാൻ ദൈവപുത്രൻ മനുഷ്യപുത്രനായ പ്രക്രിയയാണ് സുവിശേഷം. അത് പ്രപഞ്ചത്തിൻ്റെ ആരംഭഘട്ടം മുതൽ വരാനിരിക്കുന്ന നിത്യത വരെയുള്ള സംഭവങ്ങളുടെ ഇടവേളയിൽ ദൈവം ജഡത്തിൽ വെളിപ്പെടുകയും മനുഷ്യനായി ജീവിക്കുകയും മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്നും തനിക്കായി കാത്തിരിക്കുന്ന ജനതയെ ചേർക്കാൻ കാലവിളംബമന്യേ അവിടുന്ന് സമാഗമനം ചെയ്യുന്നു എന്നും നമ്മൾ വിശകലനം ചെയ്തു. യേശു വിഹലോകത്തിൽ വന്ന് പഠിപ്പിച്ച ഏറ്റവും സുപ്രധാനമായ വിഷയം കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യം എന്നതായിരുന്നു. മറ്റൊരളവിൽ പറഞ്ഞാൽ എന്താണ് ഈ ബൈബിളിൻ്റെ ഉള്ളടക്കം എന്നൊരാളോട് ചോദിച്ചാൽ ക്രൈസ്തവർ പറയേണ്ട മറുപടി ദ കിങ്ഡം ഓഫ് ഗാഡ്, ദൈവരാജ്യം, അതാണ് ഇതിൻ്റെ ഉള്ളടക്കം. ആ ഉള്ളടക്ക സംബന്ധിയായ പുതുനിയമ പഠനങ്ങൾക്ക് വളരെയധികം ആധികാരികതയുണ്ടെങ്കിൽ പഴയ നിയമത്തിൽ സുശക്തമായ ചില സൂചനകളുണ്ട്. ഞാൻ അതിലേക്കാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നത്. യേശു സ്ഥാപിക്കുന്ന ദൈവരാജ്യത്തെപ്പറ്റി, അവിടുന്ന് പുനരാഗമനം ചെയ്ത ശേഷമുള്ള ലോക സങ്കല്പത്തെപ്പറ്റി ഏറ്റവും ആധികാരികമായി പറയുന്ന 2 കൃതികൾ വിശുദ്ധ ബൈബിളിലുണ്ട്. ഒന്ന് ദാനിയേൽ പ്രവാചകൻ്റെതെങ്കിൽ മറ്റൊന്ന് വെളിപ്പാട് പുസ്തകമാണ്. പഴയ നിയമത്തിലെ 27-ാമത് പുസ്തകമാണ് ദാനിയേൽ. പുതിയ നിയമത്തിലെ 27-ാമത് പുസ്തകമാണ് വെളിപ്പാട്. പഴയ നിയമത്തിലെ 27-ാമത് പുസ്തകത്തിൻ്റെ എഴുത്തുകാരനായ ദാനിയേലും പുതുനിയമത്തിലെ 27-ാമത് ഗ്രന്ഥത്തിൻ്റെ എഴുത്തുകാരനായ യോഹന്നാനും യഹൂദ ഗോത്രത്തിൽ പിറന്ന 2 പ്രിയപ്പെട്ടവരായിരുന്നു. ഇവർ തമ്മിൽ കണ്ടിട്ടില്ല, ഇവർ തമ്മിൽ അറിഞ്ഞിട്ടില്ല. പക്ഷേ ദാനിയേൽ എന്ന ദൈവമനുഷ്യൻ ഇന്ന് നമ്മൾ ഇറാഖ് എന്ന് വിളിക്കുന്ന ഭൂപ്രദേശത്തിൻ്റെ ഒരു മുനമ്പത്ത് പീഡിതനായി കഴിയുന്ന ഘട്ടത്തിലാണ് ആ ദിവ്യദർശനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതെങ്കിൽ ആധുനിക തുർക്കിയുടെ ഭാഗമായിട്ടുള്ള പത്മോസ് എന്ന ഏകാന്ത ദ്വീപിൻ്റെ ചുറ്റും ഈജിയൻ കടൽത്തിരകൾ നിരന്തരം അലകടിക്കുന്ന ഒരു ഭൂപ്രദേശത്ത്
ഒറ്റപ്പെട്ട പരിതസ്ഥിതിയിൽ യോഹന്നാൻ എന്ന ദൈവപുരുഷൻ ഈ ദർശനം കണ്ടു. ഈ ദർശനങ്ങൾ തമ്മിൽ ഏകദേശം 700 വർഷങ്ങളുടെ അകലമുണ്ട്. അതുകൊണ്ട് അവർ തമ്മിൽ കണ്ടിട്ടില്ല. 2 മേഖലകൾ, 2 കോണ്ടിനെന്റുകൾ, പരസ്പരം കണ്ടിട്ടില്ലാത്ത 2 ആളുകൾ. പക്ഷെ ഇവർ തമ്മിൽ ഒരിക്കലും കണ്ടിട്ടില്ല എങ്കിലും എഴുതിയ വസ്തുതകൾ തമ്മിൽ അഭൂതപൂർവമായ ചില സാമ്യങ്ങളുണ്ട്. ആ സാമ്യങ്ങളിൽ ഒന്ന് ഇവരുടെ ഗോത്രം. രണ്ടാമത്തെ പ്രത്യേകത, 2 ആളുകളും ഇത് എഴുതുമ്പോൾ പീഡിപ്പിക്കപ്പെടുന്ന ഒരു ജീവിത പരിതസ്ഥിതിയിലാണ്. ഒരാൾ പ്രവാസിയായി മറ്റൊരു രാജ്യത്ത് അടിമയായി പാർത്തുകൊണ്ട് സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിച്ചു പോകുന്ന കാലം. മറ്റൊരാൾ ദൈവവചനവും യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലേക്ക് തടവുകാരനായി അയക്കപ്പെട്ട അന്തരീക്ഷം. ഇനിയും വേറെ ചില പ്രത്യേകതകളുണ്ട്. ഇവർ 2 പേരും തങ്ങളുടെ പേർ പരിചയപ്പെടുത്തുന്നത് സമാനമായ ഒരു ടൈറ്റിൽ കൊണ്ടാണ്. ദാനിയേൽ അറിയപ്പെടുന്നു പ്രിയപുരുഷനായ ദാനിയേൽ. യോഹന്നാൻ അറിയപ്പെടുന്നു യേശു സ്നേഹിച്ച ശിഷ്യൻ. 2 പേരും തമ്മിൽ നല്ല സാമ്യം. പിന്നെയുമുണ്ട് സവിശേഷതകൾ ഒട്ടേറെ. ഈ സവിശേഷതകൾ പോലെ തന്നെ യോജിപ്പില്ലാത്ത ചില കാര്യങ്ങളും വ്യക്തിപരമായി അവർക്കുണ്ട്. ആ വിയോജിപ്പിൽ ഏറ്റവും ശ്രേഷ്ഠം സമാനതകളെന്നപോലെ വൈജാത്യങ്ങൾ അവർക്കുള്ളതിലുണ്ട്. അതിലേറ്റവും പ്രധാനം, ദാനിയേൽ ബഹുഭാഷാ നിപുണനായിരുന്നു. ഗൂഢാർത്ഥങ്ങളുടെ പൊരുളുകൾ തിരിക്കാൻ കഴിയുന്ന, വളരെ എക്സ്പീരിയൻസ് ഉള്ള, വളരെ എഡ്യൂക്കേറ്റഡായ, ഒപ്പം ദൈവകൃപയുള്ള ഒരു വലിയ മനുഷ്യനായിരുന്നു. യോഹന്നാനാകട്ടെ ബേത്സയിദ എന്ന ഭൂപ്രദേശത്ത് വളരെ ജീവിത പശ്ചാത്തലത്തിൽ ദാരിദ്ര്യം നിറഞ്ഞ അന്തരീക്ഷത്തിൽ ജനിച്ച് കാര്യമായ പഠനം ലഭിക്കാതെ, കലാലയത്തിൽ വേണ്ടത്ര പോകാൻ കഴിയാതെ മത്സ്യബന്ധന തൊഴിലാളിയായി ജീവിച്ച സെബദി എന്ന ഒരു സാധാരണക്കാരൻ്റെ മകൻ. പക്ഷെ വ്യത്യാസം, ഇവർ സേവിച്ച ദൈവം ആ വ്യത്യാസങ്ങളെ കാണാതെ ഒരുപോലെ 2 പേരിലും പ്രവർത്തിച്ചു. ആ മഹാദൈവം ഇന്ന് നമ്മുടെ മധ്യത്തിലുണ്ട്. ഗഹനങ്ങളായ കാര്യങ്ങളാണ് പറയുന്നതെങ്കിലും അതുകൊണ്ടൊരു കാര്യം മനസ്സിലാക്കുക, എല്ലാവർക്കും ഇത് മനസ്സിലാകും. കാരണം മഹാദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളെ അതിൻ്റെ പൊരുളുകൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥനയോടെ നിങ്ങളിരിക്കണം. പുറത്തുള്ള പ്രിയപ്പെട്ടവർക്കും ഈ വചനം അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിന് ഏകദേശം 6 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് നമ്മുടെ ഇസ്രയേൽ എന്നറിയപ്പെടുന്ന രാഷ്ട്രത്തിൻ്റെ ഒരു ഭാഗമായ യഹൂദ്യ, ആ യഹൂദ്യ ഭരിച്ചിരുന്ന രാജാക്കന്മാർ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ വേണ്ടത്ര ആത്മീക നിലവാരമില്ലാതെയും ദൈവഭക്തിക്ക് പുറത്തിറങ്ങി ബാൽ ദൈവങ്ങളെ സേവിക്കുകയും വചനവിപരീത ദിശകളിലൂടെ സഞ്ചരിക്കുകയും ചെയ്തു. ആ ഘട്ടത്തിൽ വല്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ഇസ്രയേലിലെ ഏതാനും ദൈവമക്കൾ പ്രാർത്ഥിച്ചു, യഹോവേ ഞങ്ങൾക്ക് ശുഭത നൽകണമേ, ഒരു ശുഭകാലം ഞങ്ങൾക്ക് തരണമേ. എപ്പോൾ പ്രവാചകന്മാർ ദൈവവചനം വിട്ട് യാന്ത്രികമായി പ്രവചിക്കാൻ തുടങ്ങി, പുരോഹിതന്മാർ ന്യായമായി ആ കർത്തൃശുശ്രൂഷ ചെയ്യാതിരുന്നു, ന്യായാധിപന്മാർ നീതി നിഷേധിച്ചു, രാജാക്കന്മാർ അരാജകവാദികളെപ്പോലെ പെരുമാറാൻ തുടങ്ങി. ഒരു ഘട്ടം അത് നിലനിന്നപ്പോൾ സമരത്തിൻ്റെ വഴിയെടുക്കാതെ, അട്ടിമറിയുടെ വഴിയെടുക്കാതെ ഏതാനും സാധുക്കൾ മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ സ്ഥിതിക്ക് വലിയ മാറ്റമുണ്ടായി. ഒരു കാര്യം മനസ്സിലാക്കണം, ഏത് സമരങ്ങളെക്കാൾ കരുത്തുറ്റ ആയുധശക്തിയുടെ പേരാണ് പ്രാർത്ഥന. ഹല്ലേലൂയ! പ്രാർത്ഥനയാൽ നീങ്ങിപ്പോകാത്ത ഒരു കാര്യവുമില്ല എന്ന ഉറപ്പിൽ വേണം ദൈവത്തിൻ്റെ വചനം ഇന്ന് കേൾക്കാൻ. പ്രാർത്ഥന ചെറിയ ജീവൽ പ്രശ്നങ്ങൾ മുതൽ ഒരു കുടുംബ പ്രശ്നത്തെ മുഴുവൻ പരിഹരിക്കാൻ പര്യാപ്തമായ ആയുധമാണ്. പ്രാർത്ഥന ഒരു രാഷ്ട്രത്തെ മാറ്റിമറിക്കുന്ന വലിയ ദൈവപ്രക്രിയയാണ്.
പ്രാർത്ഥനയാൽ കഴിയാത്ത ഒന്നുമില്ല എന്ന ഉറപ്പിൽ വേണം ഈ രാത്രി ദൈവജനം കേൾക്കാൻ. അനുഭവമുള്ള ദൈവമക്കളെ എല്ലാം ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ വ്യാധി വിട്ടുമാറുകയില്ല എന്നരുളിയ ഫോഷ്ക്ക് പറയാത്ത യേശുക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കാൻ നമ്മെ പഠിപ്പിച്ച മഹാദൈവത്തിന്റെ പുത്രന് നമുക്ക് മഹത്വമർപ്പിച്ചിട്ട് പറയാം, ഞങ്ങൾ ജീവിതത്തിൽ അഭ്യസിച്ച ഏറ്റവും വലിയ ചെറുത്തുനിൽപ്പിന്റെ പാഠം മുഴങ്കാലിൽ ഇരുന്നുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥിക്കുന്ന ഭക്തൻ തൻ്റെ മുഴങ്കാലിൽ ഇരുന്ന് തമ്പുരാനോട് ജാഗരിക്കുന്നിടത്തോളം കാലം ഒരു കാര്യം ഉറപ്പാക്കിക്കൊള്ളണം, അവന് പരാജയം വരികയില്ല. ജയം നമുക്ക് ഉറപ്പാണ്. ഇന്ന് നമ്മൾ ജയിക്കുന്ന രാത്രിയാണ്. എല്ലാത്തരം പ്രതിലോമ ശക്തികളെയും തകർത്ത് വിജയക്കൊടി പാറിക്കുന്ന അനുഗ്രഹീതമായ ദൈവപ്രവർത്തിക്ക് സാക്ഷ്യം വഹിക്കാൻ യഹോവയാൽ ആകൃഷ്ടരായി ഇന്നിവിടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥന സ്ഫോടനാത്മകമായ ശക്തി കൊണ്ട് അന്തരീക്ഷത്തെ മുഴുവൻ മാറ്റിമറിക്കുമെങ്കിൽ ഇതാ ദൈവ സാന്നിധ്യം തലങ്ങും വിലങ്ങും അവിടുത്തെ ദൂതസഞ്ചയം നമുക്ക് മധ്യേ സഞ്ചരിച്ചുകൊണ്ട് തകർക്കാനാവാത്ത ഇരുട്ടിന്റെ കോട്ടകളെ തകർക്കുന്നു. ജയം യേശുവിൻ നാമത്തിൽ അവകാശപ്പെട്ടുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഒരു കാര്യം ഉറപ്പാക്കാം, നാളുകളായി സമരം ചെയ്തുകൊണ്ട് ക്ഷീണിച്ച മനുഷ്യരെ പോലെയല്ല, രാജാവിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടവരെ പോലെയല്ല, മുഴങ്കാലിരുന്നവർ പ്രാർത്ഥിച്ചു, യഹോവേ ഞങ്ങൾക്ക് ശുഭത നൽകണമേ. ഹല്ലേലൂയ. ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി വന്ന ആ രീതി ഒരല്പം കട്ടിയ, ചിലർക്ക് അതറിയില്ല. ദൈവം ഈ ദർശനത്തിൽ തരുന്നതും ജീവിതത്തിൽ സംഭവിക്കുന്നതും തമ്മിൽ വല്ലാത്ത പൊരുത്തക്കേടുണ്ട്. എന്താണ് പറയുന്നതെന്നാണല്ലേ? ദർശനത്തിൽ ദൈവം തരുന്നതും ജീവിതത്തിൽ സംഭവിക്കുന്നതും നമ്മൾ ഉദ്ദേശിച്ച വഴിക്കല്ല. യോസേഫ് ഒരു ദർശനം കണ്ടു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും വീണ് നമസ്കരിക്കുന്നു. അപ്പനിത് കേട്ടിട്ട് പറഞ്ഞു, ഞാനും നിന്റെ അമ്മയും നിന്റെ സഹോദരങ്ങളും നിന്നെ നമസ്കരിക്കുമോ? അതിൻ്റെ പൊരുൾ പറഞ്ഞു കൊടുത്തു. ദർശനം എന്ന് കണ്ടോ, അന്ന് മുതൽ അവൻ വീട്ടിൽ അനഭിമതനായി. അടുത്തത് അവന് വേണ്ടി തുറക്കപ്പെടുന്ന ഒരു പൊട്ടക്കിണറാണ്. അടുത്ത ഘട്ടം പൊത്തിഫർ എന്ന ഭരണാധികാരിയുടെ വീട്ടിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. ഇനി വരാനിരിക്കുന്നത് ജയിലാണ്. ഇതൊന്നും ദർശനത്തിൽ കണ്ടില്ല. ഇവിടെ നമ്മളെപ്പോലൊരു പരാജയം. നമ്മൾ നാളെ രാവിലെ രാജാവാകാൻ ശ്രമിക്കും, ഭരണാധികാരിയാകാൻ ശ്രമിക്കും. ദർശനം കാണുന്ന പോലെ ഈസി അല്ല അതിലേക്കുള്ള യാത്ര. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ദർശനം കണ്ടത് ഉറപ്പെങ്കിൽ, അത് തന്നവൻ ദൈവമെങ്കിൽ, ആ വെളിപ്പാടിൻ്റെ കണ്ണാടികൾ ജ്വലിച്ചത് സത്യമെങ്കിൽ, ഒരു പൊട്ടക്കിണറിനും അത് തടഞ്ഞു വെക്കാൻ കഴിയുകയില്ല. ഒരു കൂരിരുട്ടിനും അതിനെ തടഞ്ഞു വെക്കാൻ കഴിയുകയില്ല. ഒരു ജയിലിറയ്ക്കും അതിനെ തകർക്കാൻ കഴിയുകയില്ല. ഒരപവാദത്തിനും അതിനെ ഒതുക്കാൻ കഴിയുകയില്ല. ദർശനത്തിനൊരവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് വരുവാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിഞ്ഞ് വരും, സംശയം ആവശ്യമില്ല. അത് വരും നിശ്ചയം. നമുക്കതിനു വേണ്ടി ഒരിക്കൽ കൂടി കാത്തിരുന്നിട്ട് പറയാം, അത് വരും നിശ്ചയം, അത് വരും നിശ്ചയം. ഉറപ്പായി ഞാനതിനെ പ്രാപിക്കും. ഭക്തനൊന്ന് ഉറപ്പിച്ചേ പോകാവൂ. അത് സംഭവിക്കാതെ ഇഹലോകം വിട്ടു പോകാൻ ഇടവരാത്ത വിധത്തിൽ ആ ദൈവിക ചൈതന്യം എൻ്റെ മീതെ വ്യാപരിക്കുന്നു. അതുകൊണ്ടേ പ്രാപിക്കാൻ പോകുന്ന വാഗ്ദത്തത്തിന്റെ വിലയറിയാൻ ദൈവം ശീലപ്പോ കൊണ്ട് നമ്മളെ പൊട്ടക്കിണറ്റിടാൻ അനുവദിക്കുന്നു. ഒത്തിപേരുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, ജയിലറയിൽ കൊണ്ടിടുമെന്ന്. പക്ഷേ അവധി പിൻവലിക്കുന്നൊരു ദിവസമുണ്ട്. അന്ന് രാജകീയ സൈന്യം ഇങ്ങ് വരും. ക്ഷൗരം ജയിച്ച് വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് രാജസന്നിധിയിൽ കൊണ്ടു നിർത്തും. രാജാവ് കണ്ട സ്വപ്നത്തിൻ്റെ പൊരുൾ തിരിച്ചങ്ങോട്ട് തുടങ്ങുമ്പോൾ നിനക്കൊരു കാര്യം മനസ്സിലാകും. ഒരു ജയിലിനും സ്വപ്നം കാണുന്ന എൻ്റെ സ്വഭാവത്തിന് തടസ്സമിടാൻ കഴിഞ്ഞില്ലെങ്കിൽ, വ്യാഖ്യാനത്തിൻ്റെ പൊരുളറിയിക്കുന്ന വചനത്തിൻ്റെ മാർമിക സത്യങ്ങൾ വെളിപ്പെടുത്തുന്ന എൻ്റെ സവിശേഷതയ്ക്ക് തടയിടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഒന്നുറപ്പാണ്, എൻ്റെ സമയം നിശ്ചയമായിരിക്കുന്നു. അദ്ദേഹം പറയുക, രാജാവേ, അഭിമുഖീകരിക്കാൻ പോകുന്നത് കടുകട്ടിയായ പ്രശ്നങ്ങളെയാ. നീ ക്ഷാമം നിറഞ്ഞ വർഷത്തെയും സമൃദ്ധിയുടെ വർഷത്തെയും ദൈവം നിന്റെ സന്നിധിയിൽ തരും. ആദ്യം സമൃദ്ധിയാ, പിന്നെ ക്ഷാമം. സമൃദ്ധിയിൽ ദുർവ്യയം ചെയ്ത് ധാന്യം വല്ലാതെ തീർത്താൽ, ദാരിദ്ര്യം പുറകെ വരുമ്പോൾ മനുഷ്യൻ പഴയ സമൃദ്ധി മറക്കും. മറന്നിട്ടേ നിനക്കെതിരെ തിരിയും.
അപ്പം സമൃദ്ധിയുള്ള കാലത്ത് ഈ വസ്തുക്കളൊക്കെ ഒന്ന് വാങ്ങി ധാന്യമണികൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ സംഭാര നഗരങ്ങളെ പണിയണം, അവ അടുക്കി വെക്കണം. അവ ധാരാളമായി വില കുറഞ്ഞ സമയത്ത് വാങ്ങി സൂക്ഷിച്ചിട്ട് ക്ഷാമം വരുന്ന ഘട്ടത്തിൽ, വരൾച്ച വരുന്ന ഘട്ടത്തിൽ എടുത്ത് പ്രയോഗിക്കണം. ഒന്നുകൂടെ പറഞ്ഞു, പ്രാപ്തനായ ഒരാൾ സാറ് തിരഞ്ഞെടുത്താൽ മതി. അടുത്ത നിമിഷം രാജാവ് പറയുക, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെപ്പോലെ ഒരുത്തനെ കിട്ടുമോ? ചിലപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞു വിടുന്നത് നമ്മുടെ വാഗ്ദത്തമാണ്. ഹല്ലേലൂയ. നമ്മൾ ചെന്നെത്തുന്ന മണ്ഡലത്തിലേക്ക് അപ്പോയിൻമെൻ്റ് ഉടനെ അടിച്ച് കയ്യിൽ കൊടുത്തപ്പോൾ ഒരു കാര്യം ഉറപ്പാ, ദർശനത്തിലേക്കുള്ള വഴി എളുപ്പമല്ല. ഒരു സ്വപ്നം പോലെ വിഷമതകൾ മറക്കത്തക്ക വിധം, ഇരുട്ട് കിണറുകൾ അപ്രസക്തമാകുന്ന വിധം നമ്മുടെ നല്ല നാളുകൾ കരുതി വെച്ചിട്ടുള്ള ആ ദൈവസന്നിധിയിലേക്ക് നോക്കിയിട്ട് നന്ദിയോടെ പറയാം, നീ എത്ര വലിയവൻ, നീ എത്ര ധന്യൻ, നീ എത്ര ശ്രേഷ്ഠൻ. ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുന്നു, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ. ബഹുമാനരെ, അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ജനം പ്രാർത്ഥിച്ചു. അപ്പോഴേ ഈജിപ്റ്റ് ഭരിക്കുന്നൊരു ചക്രവർത്തിക്കൊരു മോഹം, കാർക്കമിഷ് എന്നറിയപ്പെടുന്നൊരു ഭൂപ്രദേശം യുദ്ധത്തിൽ പിടിച്ചെടുക്കണം. നമ്മുടെ കാർഗിൽ പോലെ തന്ത്രപ്രധാനമായൊരു മേഖലയാണ്, ഇസ്രയേലിൻ്റെ അടുത്താണ്. ഇതേ സ്ഥലം പിടിച്ചെടുക്കാൻ അസീറിയൻ പടയ്ക്കും തോന്നി. കാരണം ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത അതാ കാര്യം. ആ രണ്ടു കൂട്ടരുടെ വന്നപ്പോൾ മൂന്നാമതൊരുത്തനും തോന്നി പിടിക്കാൻ. അയാളുടെ പേരായിരുന്നു നെബൂഖദ്നേസർ. നീട്ടണില്ല, ഒറ്റ വാക്കിൽ പറയാം, ആ യുദ്ധത്തിൽ എല്ലാ സൈന്യത്തെയും ചിതറിച്ചോടിച്ച് നെബൂഖദ്നേസർ ജയിച്ചു. ജയിച്ചപ്പോൾ അയാൾ യെരൂശലേം ഒന്നടങ്കം വിഴുങ്ങി, ഇസ്രായേൽ മുഴുവൻ തൻ്റെ ആധിപത്യത്തിന് കീഴിലാക്കി. ഇസ്രായേലിൽ ഏറ്റവും ശക്തരായ സൈനിക മേധാവികളെ മുഴുവൻ പിടിച്ചു. അവിടെ ബുദ്ധിസാമർഥ്യമുള്ള യഹൂദ ചെറുപ്പക്കാരെയൊക്കെ പിടിച്ചു. ഇവരെയൊക്കെ പിടിച്ച് സ്വന്തം രാജ്യമായ ഇറാഖ് എന്ന ബാബിലോണിലേക്ക് കൊണ്ടുപോയി. അവിടുത്തെ വിദ്യകൾ അഭ്യസിച്ചു. ഇനി മുതൽ നിങ്ങൾ ഇവിടുത്തുകാരാ, ഇവിടുത്തെ ഭാഷ പഠിക്കണം, ഇവിടുത്തെ രീതി മനസ്സിലാക്കണം, നിങ്ങളുടെ കലാവൈഭവങ്ങളൊക്കെ ഇനി ഈ നാട്ടിലാ പ്രയോജനപ്പെടാൻ പോകുന്നേ, നിങ്ങളുടെ കരുത്തും ശക്തിയുമൊക്കെ ഇനി ഇവിടെയാ. അതിന് ബൈബിൾ ഇട്ടിരിക്കുന്നൊരു പേരാ ഇസ്രായേൽ മക്കളുടെ ബാബിലോന്യ പ്രവാസം. ഈ പ്രവാസകാലത്ത് ഇസ്രായേൽ മക്കളിൽ രാജസന്തതികളിൽ കുലീനന്മാരായ 3-4 ചെറുപ്പക്കാരുണ്ടായിരുന്നു. നിങ്ങൾക്ക് അവരുടെ പേരറിയാം, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ. ചിലർ ചന്ദ്രക്ക് എന്ന് പറയും. ചന്ദ്രക്കിനെ പോൽ വീഴ്ത്തപ്പെട്ടാൽ ഈ പദം പറയുമ്പോൾ പ്രൊനൗൺസിയേഷൻസ് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശദ്രക്ക്, ശദ്രക്ക് എന്നാണ് ശരി പ്രയോഗം. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ ഇവരെ പിടിച്ചു. കൂടെ ദാനിയേലും ഉണ്ട്. പക്ഷെ ഈ 4 പേരോട് ഒന്നിച്ചു വരില്ല. കാരണം ദാനിയേൽ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. അദ്ദേഹം ഈ ഗാങ്ങിൽപ്പെട്ട ആളല്ല. മറ്റൊരു സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസുമൊക്കെ. ഇപ്പോൾ ഈ ചെറുപ്പക്കാരെ കൊണ്ടുവന്ന് എന്തിനാണെന്നറിയണ്ടേ? ഇസ്രായേൽ മക്കളെ മുഴുവൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, അവിടെ നിന്ന് കിട്ടിയവരെയൊക്കെ. ആ കൂടെ കൂടുതൽ ആളുകൾ ഊഴിയ വേലക്കാരായി ഈ രാഷ്ട്രത്തിൻ്റെ തലസ്ഥാന നഗരിക്ക് പുറത്ത് കനാലുകൾ വെട്ടിയും റോഡുകൾ പണിതും രാജ്യത്തെ ആ നിലയിൽ സേവിക്കുക. വലിയ കഷ്ടപ്പാടാണ്. അവിടെ കുലീനന്മാരായി ജീവിച്ചിരുന്ന ആളുകൾ ഏറ്റവും ദരിദ്രാവസ്ഥയിൽ കഠിനമായ ജോലി ചെയ്യുമ്പോൾ ഈ ചെറുപ്പക്കാർ രാജസന്നിധിയിലെ ജീവനക്കാരായി. വിദ്യാഭ്യാസമുള്ളതുകൊണ്ട് വന്നാണ്. എന്തിനാ കൊണ്ടെന്നറിയണ്ടേ? ഇവരുടെ പൂർവികരിൽ ചിലർ ബാൽബിംബങ്ങളെ സേവിച്ചു. ഒരു കാര്യം തുറന്നു പറയാതിരിക്കാൻ വയ്യ, നമുക്കെല്ലാ വിശ്വാസധാരകളോടും ബഹുമാനമുണ്ടായിരിക്കണം. ആധ്യാത്മിക ആചാര്യന്മാരോടും നമ്മുടെ സമശിഷ്ടങ്ങളോടും ഒക്കെ ബഹുമാനവും ആദരവും ഉണ്ടാകണം. മാത്രമല്ല, സാമൂഹിക പരിഷ്കർത്താക്കൾ കഴിഞ്ഞ രാത്രി സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രതന്ത്രജ്ഞരായ പ്രധാനികൾ, ഇവരോടൊക്കെ ബഹുമാനം. അത് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അവരെയൊക്കെ ബഹുമാനിക്കണമെന്ന് അല്ലേ? വിശേഷാൽ അധികാരസ്ഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.
അങ്ങനെ എഴുതിയ ഗ്രന്ഥം. അങ്ങനെ വേറെ ലോകത്തെ ഒരു മതഗ്രന്ഥത്തിലും ഇല്ല രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയെ ബഹുമാനിക്കണമെന്നും ആദരിക്കണമെന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എഴുതിയ മറ്റൊരു ആത്മീയ ഗ്രന്ഥവും ലോകത്തില്ല. അത് ബൈബിള് മാത്രമാണ്. ഹല്ലേലൂയ. ഇതൊക്കെ ശരിയാ. പക്ഷേ ഒരു കാര്യം സ്നേഹത്തോടെ പറഞ്ഞ് വിയോജിക്കട്ടെ. ഞങ്ങൾ ബഹുമാനിക്കും, ഞങ്ങൾ ആദരിക്കും, ഞങ്ങൾ നികുതി അടയ്ക്കും, ഞങ്ങൾ സ്നേഹിക്കും, കഴിയുന്നത്ര രാജ്യനിയമം പാലിക്കും, പക്ഷെ ആരാധിക്കില്ല. സന്തോഷമുണ്ടോ? ആരാധിക്കാൻ നിർവാഹമില്ല. ആരാധിക്കാൻ യോഗ്യൻ ഒരുവൻ മാത്രം. ഹല്ലേലൂയ. ഒരുവന്റെ മുമ്പില് ഈ കരം ആരാധനയ്ക്ക് വേണ്ടി കൂപ്പു, മുഴങ്കാലുകൾ അവന്റെ മുമ്പാകെ മാത്രമേ മടങ്ങൂ. ആരാണ് അവിടുന്ന്? എന്നാണ് സകല മുഴങ്കാലുകളും എന്റെ മുമ്പാകെ മടങ്ങുമെന്ന് അരുളി ചെയ്ത നസ്രായന്റെ മുമ്പിൽ മാത്രമേ ഭക്തൻ മുഴങ്കാൽ മടക്കയുള്ളൂ. അത് നിലപാടാണ്. അതിന്റെ പേരിൽ പകരം പ്രാണൻ വെക്കേണ്ടി വന്നാലും പിന്നോട്ട് പോകാൻ പാടില്ല, അല്ലേ? അപ്പോൾ ഇവരുടെ പൂർവികർ ചിലര് രഹസ്യത്തിൽ ബാൽബിംബങ്ങളെ ആരാധിച്ചു, അശേരപ്രതിഷ്ഠകളെ നമസ്കരിച്ചു. പലയാവർത്തി പ്രവാചകന്മാരെ വിട്ട് പറഞ്ഞിട്ട് കേൾക്കാതെ വന്നപ്പോൾ ദൈവം പറഞ്ഞു, ഏതായാലും നിങ്ങളുടെ കാരണവന്മാർക്ക് ഇത് ഇഷ്ടമായിരുന്നു, പകരം നിങ്ങളൊരു കാര്യം ചെയ്യും, ഇതൊക്കെ ഒളിച്ചും പാത്തും ചെയ്യണ്ട, ഇത് സമൃദ്ധമായുള്ളൊരു സ്ഥലത്തേക്ക് വിടാം. അങ്ങനെ ഇവരെ കൊണ്ടിട്ട സ്ഥലമാണ് ഏത്? ബാബിലോൺ. ഇന്നത്തെ ഇറാഖ്. അവിടെ എത്തുമ്പോൾ അവിടെ ചെന്നിറങ്ങിയ ഒരാളും തിരിച്ചു വരാത്ത വിധത്തിലെ ആകർഷണീയമായ ചില സൗകര്യങ്ങൾ ചെയ്തു വച്ചു. അതായത് തടവിലൊന്നുമല്ല, അവിടെ വിട്ട് പോകാൻ തോന്നൂല. നമ്മുടെ കുട്ടികളൊക്കെ ഇവിടുന്ന് പഠിപ്പും വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലേക്കാണ് പോകുന്നെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോണം, അവരെങ്ങും തിരിച്ചിവിടെ വരാനൊന്നും പോകുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മളെ കണ്ടിട്ട് നമ്മളുടെ ഇകലോകം വിട്ട് പോയി കഴിഞ്ഞാൽ, പപ്പയും മമ്മിയും പോയി കഴിഞ്ഞാൽ ഫോണിലൂടെ വിളിച്ച് ഈ വീട് വിൽക്കും, നമുക്ക് നാട്ടിലുള്ള ഭൂമിയൊക്കെ വിൽക്കും. അവരുടെ കുഴപ്പമില്ല. അത്തരം നാടുകളുടെ സംവിധാനം അങ്ങനെ അഡ്വാൻസ്ഡാണ്, ഒറ്റവാക്കി പറഞ്ഞു. അപ്പോൾ അത് പോകാതിരിക്കാൻ ഭരണകൂടം ചെയ്യേണ്ട ഒരു കാര്യം, സ്വസ്ഥമായി ജോലി ചെയ്യാനും പ്രവർത്തിക്കാനും ഒക്കെ ഉള്ള സൗകര്യം ഇവിടെ ഉണ്ടാക്കണം. അത് സ്വപ്നം കാണാനേ നമുക്കിപ്പോൾ പറ്റുള്ളൂ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, അല്ലേ? നമ്മൾ ഉദ്ദേശിക്കുന്നതൊന്നും എളുപ്പമല്ല. ഇവരും ഇതുപോലെ ഈ ഇറാഖിലെ ബാബിലോന്യ പട്ടണം ആകർഷണീയമാക്കി, ഒരുത്തനും പോകാത്ത വിധം ആകർഷണീയമാക്കി. നിങ്ങളും ഞാനും ആണെങ്കിലും അവിടുന്ന് തിരിച്ചു വരത്തില്ല. വരുമോന്നൊന്ന് ആലോചിക്കാം. ഈ ടി വി ഒന്നും സർവ്വസാധാരണമല്ലാതിരുന്ന കാലത്ത് കുട്ടികൾ അടുത്ത വീട്ടിൽ പോയി ടി വി കാണും, അല്ലേ? അപ്പം ഞങ്ങളുടെ ഒരു കാരണവരുണ്ട്, പുള്ളിക്കാരൻ, അവിടുത്തെ പയ്യൻ, കൊച്ചുമോൻ അടുത്ത വീട്ടിൽ പോയി ക്രിക്കറ്റ് കാണുന്നു, വരുന്നില്ലെന്ന് പറഞ്ഞ്. പുള്ളിക്ക് ഈ ക്രിക്കറ്റിന് കേൾക്കുമ്പോഴേ അരിശമാണ്. പുള്ളി വടിയൊക്കെ എടുത്തുകൊണ്ട് പതുക്കെ ചെന്ന് പുള്ളി ഈ കളി അങ്ങ് പഠിച്ചു. പുള്ളിക്ക് സച്ചിനെയും ഗാംഗുലിയും എല്ലാം ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഈ പുള്ളിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അമ്മച്ചി പോകേണ്ടി വന്നു. ഭാഗ്യത്തിന് അമ്മച്ചിക്ക് ഈ കളി മനസ്സിലായില്ല, അതുകൊണ്ട് പിടിച്ചുകൊണ്ട് പോകുന്നു. അല്ലേ അമ്മച്ചിയും കൂടെ അവിടെ തങ്ങിയേനെ. കാരണം എന്താ, ചിലതരം കാര്യം എങ്ങനെയാണെന്ന്, ഈ ചീട്ടുകളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പോയാൽ ചീട്ടുകളിൽ പഠിക്കുന്ന ചിലർ, അല്ലേ? അങ്ങനെയൊക്കെയാ. ഇതുപോലെ ബാബിലോൺ എന്താണെന്ന് ഞാൻ പറയാം. നമ്മൾ ഒരുമിച്ച് അവിടേക്ക് പോയാൽ തിരിച്ചു വരുന്ന എത്ര പേരുണ്ടെന്നും ഇനി സങ്കല്പിക്കണം. എല്ലാ ഹൃദയവും ആ ഏകാഗ്രതയോടെ എനിക്ക് തരണം. ഞാൻ നിങ്ങളെ ബാബിലോണിലേക്ക് കൊണ്ടുപോകണം. ചരിത്രപ്രസിദ്ധമായ യൂഫ്രട്ടീസ് നദിക്ക് അക്കരയും ഇക്കരയുമായി വ്യാപിച്ചു കിടക്കുന്ന ഒരു ക്യാപിറ്റൽ സിറ്റിയുള്ള സാമ്രാജ്യ തലസ്ഥാന നഗരിയാണ് ശരിക്കും സിറ്റി ഓഫ് ബാബിലോൺ. നാടിൻ്റെ പേര് ബാബിലോൺ, ക്യാപിറ്റൽ സിറ്റിയുടെ പേരും ബാബിലോൺ. സിറ്റി ഓഫ് ബാബിലോൺ അഥവാ ബാബിലോന്യ പട്ടണം എന്നറിയപ്പെടുന്ന അവരുടെ ക്യാപിറ്റലിൻ്റെ പ്രത്യേകത പറയാം. 14.5 മൈൽ നീളത്തിൽ 14.5 മൈൽ വീതിയിൽ ഒരു സമചതുര പട്ടണം, ഒത്ത നടുവിലൂടെ സ്വച്ഛന്തമൊഴുകുന്ന യൂഫ്രട്ടീസ് നദി.
ഈ 14 അരമൈൽ നീളത്തിൽ 14.5 മൈൽ വീതിയിൽ ഇതിന് ചുറ്റും ഒരു പടുകുറ്റൻ മതിൽക്കെട്ട്. ഈ മതിൽക്കെട്ടിന്റെ അടിസ്ഥാനത്തിന് 87 അടി ഘനമുണ്ട്. 87 അടി ഘനമുള്ള മതിൽ മുകളിലേക്ക് ഉയരുമ്പോൾ അതിന്റെ മുകൾ പരപ്പ് ഏകദേശം 100 അടി ഉയരം വരും. 100 അടി ഉയരം വരുന്ന മതിൽപ്പരപ്പിന് മുകളിൽ കൂടി 2 വീതം കുതിരകളെ കെട്ടിയ 6 രഥങ്ങൾക്ക് സമാന്തരമായി സഞ്ചരിക്കാൻ കഴിയുന്ന വിസ്തൃതി ഉണ്ടായിരുന്നു. ഇതിന്റെ നിർദ്ദിഷ്ട ഇടങ്ങളിലൊക്കെ തന്നെ കാവൽ ഗോപുരങ്ങൾ ഉണ്ടായിരുന്നു. ആ കാവൽ ഗോപുരങ്ങളുടെ എണ്ണം 100 എണ്ണമായിരുന്നു. ഒരു ഭാഗത്ത് 25 വീതം 4 ഭാഗങ്ങളിലായി 100 കാവൽ ഗോപുരങ്ങൾ. ആ കാവൽ ഗോപുരങ്ങളെ കണ്ണാടികൾ വെച്ച് അലങ്കരിച്ചിരുന്നു. ദൂരെ നിന്ന് വരുന്ന ശത്രു സാന്നിധ്യം തിരിച്ചറിയാൻ പാകത്തിന് ആധികാരിക സുരക്ഷിതത്വം അവിടെ ഉണ്ടായിരുന്നു. ഇതിനു മുകളിൽ ഏറ്റവും ശക്തരായ നിരീക്ഷകന്മാരെ രാജാവ് ഇരുത്തിയിരുന്നു. ഇതിനു മുകളിൽ കൂടി ജാഗരൂകരായി ബാബിലോന്യ പട്ടാളം അങ്ങോട്ടും ഇങ്ങോട്ടും മാർച്ച് ചെയ്തിരുന്നു. അവരകത്തും പുറത്തു നടക്കുന്ന സംഭവങ്ങളെ സൂക്ഷ്മമായി ദർശിച്ച് പ്രത്യേക നിർദ്ദേശങ്ങൾ അടയാളങ്ങളിലൂടെ താഴെ എത്തിക്കുന്ന വലിയ ചാര സംവിധാനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇതാണ് ബാബിലോന്യ കോട്ട. ഈ കോട്ടയ്ക്കകത്ത് കടക്കാൻ 100 വാതിലുകൾ ഉണ്ടായിരുന്നു. ആ 100 വാതിലുകളുടെ പ്രത്യേകത, ഇന്ന് തുറക്കുന്ന വാതിൽ നാളെ തുറക്കില്ല. പടിഞ്ഞാറേ നടയിലെ 4-ാം കതക് ഇന്ന് തുറന്നാൽ വടക്കേ നടയിലെ 2-ാമത്തെ കതക് നാളെ തുറക്കും. ഏത് കതക് എപ്പോൾ തുറക്കുമെന്ന് രാജാവിനും അടുത്ത അനുചരനും മാത്രമേ അറിയൂ. അത്ര സുരക്ഷിതത്വമുള്ള ഒരു കോട്ട. ഈ കോട്ടയ്ക്കകത്തേക്ക് കടക്കാൻ ഈ 100 കതക് കൂടാതെ ഒരു പ്രധാന പ്രവേശന കവാടം. ആ പ്രധാന പ്രവേശന കവാടം താമ്രപാളികൾ നിരത്തി സ്ക്രൂ ചെയ്ത് അങ്ങനെ നിർമ്മിച്ചതാണ് ആ വാതിൽ. സ്പ്രിങ് ആക്ഷനുള്ള കതകാണ്. മനുഷ്യൻ തള്ളിയാൽ തുറക്കില്ല, വലിച്ചാൽ തുറക്കില്ല. പരിശീലനം സിദ്ധിച്ച ആനകൾ കെട്ടിവലിച്ചാൽ മാത്രം തുറക്കുന്ന കതക്. ഇരുമ്പുകൊണ്ട് നിർമ്മിച്ച ഓടാമ്പൽ. ചുരുക്കി പറഞ്ഞാൽ സുശക്തമായൊരു കോട്ട. ഒരു പക്ഷിയും കുറുകെ പറക്കാത്ത സുരക്ഷിതത്വം. ഒരപരിചിതനും അകത്ത് കടന്നാൽ പ്രാണനോടെ തിരിച്ചു പോകാത്ത വിധം ആധികാരികമായ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു മഹാനഗരം. ഇതായിരുന്നു ദ സിറ്റി ഓഫ് ബാബിലോൺ. ഇത്രയും വന്നോ? നമുക്ക് ഇതിനകത്തൊന്ന് കടക്കണം. പക്ഷെ 100 കതവും അടഞ്ഞു കിടക്കുക. പ്രധാന പ്രവേശന കവാടം തുറക്കും എപ്പോഴെന്നറിയണ്ടേ? ആണ്ടിൽ 3-4 തവണ. അവരുടെ ദേവനായ ബാൽദേവന്റെ ഉത്സവങ്ങളിൽ, അവരുടെ ദേവതാസങ്കല്പമായ സെമിറാമീസിന്റെ ആഘോഷവേളയിൽ, ദേശീയ പ്രാധാന്യമുള്ള ദിവസങ്ങളിൽ മാത്രം തുറക്കുന്ന വാതിൽ. നമ്മളിപ്പോ അതിനകത്തേക്ക് കയറണമെന്ന് വെച്ചാൽ മലയാളികളായി നമുക്ക് പല വഴിയുണ്ട്. അള്ളിപ്പിടിച്ചെങ്ങാണ് മുകളിൽ ചെന്ന് താഴേക്ക് ഇറങ്ങാൻ ശ്രമിച്ചാൽ താഴെ മുതലക്കുളമാണ്. ഈ പാലക്കാടൻ കോട്ട കാണുമ്പോൾ എനിക്ക് അതിന് ചെറിയൊരു രൂപ ഓർമ്മ വരും. ഏകദേശം ഇതൊന്നും ഒന്നുമില്ല. അപ്പോൾ ബാക്കി അതിൻ്റെ ഇപ്പോൾ ഇത് 14.5 മൈൽ നീളം പറയുമ്പോൾ ഈ കോട്ടയുമായി നിങ്ങൾക്ക് തുലനം ചെയ്യാം. അപ്പോൾ വലിയ മതിലിന് താഴെ ആ മുതലകളെ പാർപ്പിച്ചിരിക്കുന്ന മുതലക്കിടങ്ങാണെങ്കിൽ അതിനപ്പുറത്ത് വീണ്ടും ഒരു മതിൽ. യൂഫ്രട്ടീസ് നദിയിലെ വെള്ളം ചക്രം ചവിട്ടിക്കറക്കി പമ്പ് ചെയ്ത് അതിലെല്ലാം നിറച്ചിരിക്കുക. ഇതാണ് ഇതിനകത്തെ സംവിധാനം. അതിനകത്തുനിന്ന് പോരാൻ പറ്റില്ല. എന്നാലേ പ്രധാന കവാടം തുറക്കുമ്പോൾ നമ്മളൊന്ന് കടന്നാൽ ഒരറ്റം മുതൽ അങ്ങേ അറ്റം വരെ വളവും തിരിവുമില്ലാതെ നേരെ പോകുന്നൊരു റോഡ്. ചുണ്ണാമ്പ് കല്ലുകൾ കീറി മിനുക്കി ആ പാതയിൽ ഉറപ്പിച്ചിരിക്കുന്നു. 2 ഓരത്തും തണൽമരങ്ങളെ വളർത്തിയിട്ട് അതിൻ്റെ ശീതള ഛായയിലൂടെയാണ് നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നത്. ക്ഷീണം വരില്ല. അടുത്തടുത്ത ഇടങ്ങളിൽ ഒലിവ് തോട്ടങ്ങൾ, മുന്തിരിത്തോട്ടങ്ങൾ, മാതള നാരകം, വിശേഷപ്പെട്ട ഫലവൃക്ഷങ്ങളൊക്കെ കൊണ്ടുള്ള മനോഹരമായ ഉദ്യാനം. ഒത്തിരി ഉണ്ട് പറയാൻ.
മണിക്കൂറുകളെടുത്ത് പറയേണ്ടതാണ്, തീരില്ല. നമുക്ക് നേരെ വേഗത്തിൽ പോകണം. ദാ യുവർട്ടീസ് നദി ഒഴുകുന്നു. നമ്മളവിടെ ചെന്നു. നദിക്കക്കര ഇക്കര കടക്കാൻ ഒരു പാലം, പാലം തുടങ്ങുന്നിടത്തൊരു ഗോപുരം, പാലം തീരുന്നിടത്തൊരു ഗോപുരം, 2 ഗോപുരങ്ങളിൽ പാലം ഘടിപ്പിച്ചിരിക്കുന്നു. ഈ ഗോപുരത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഒരു കാഴ്ച കാണാം. പാലത്തിൻ്റെ കൈവരികൾ മിനുക്കിയ താമ്രമാണ്. അത് സ്വർണം പൂശി മനോഹരമാക്കിയിരിക്കുകയാണ്. പ്രഭാത സൂര്യന്റെ കിരണങ്ങളും അസ്തമയ സൂര്യന്റെ കിരണങ്ങളും രാവിലെയും വൈകിട്ടുമായി വന്ന് പ്രതിഫലിക്കുമ്പോൾ ഈ നഗരം മുഴുവൻ സ്വർണത്തിൽ കുളിച്ചു കിടക്കുന്ന കാഴ്ച. ഇത് കണ്ടിട്ട് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ഈ നഗരത്തെ വിളിച്ചു സ്വർണ്ണ നഗരം, ദ ഗോൾഡൻ സിറ്റി. അത്ര ഭംഗിയാണ്, അത്ര മനോഹരമാണ്. പോയാൽ കൊള്ളാൻ തോന്നുന്നുണ്ടല്ലേ? സ്തോത്രം. ഇവിടുന്ന് നമ്മൾ ഈ ഗോപുരത്തിൽ കയറുമ്പോൾ മറ്റൊരു കാഴ്ച, 90 ഡിഗ്രി ആംഗിളിൽ താഴേക്ക് തുറക്കുന്നൊരു പടിക്കെട്ട്. താഴെ ചെല്ലുമ്പോഴറിയുന്നത് നമ്മളൊരു ടണലിനുള്ളിലാണ്. ടണലെന്ന് കേട്ടപ്പോൾ കുതിരാൻ ടണൽ ഓർത്ത് ശ്വാസം മുട്ടാൻ വരട്ടെ. നദിക്കടിയിലൂടെ അപ്പുറമിപ്പുറം കടക്കാനുള്ള വിശാലമായൊരു ടണലാണ്. അതിനകത്ത് എന്തെല്ലാം സൗകര്യങ്ങളാണ്. ഒത്ത നടുവിലായി അർത്ഥവൃത്താകൃതിയുള്ളൊരു സ്റ്റേജ്, അതിന് ചുറ്റും ഒരു 10,000 പേർക്കെങ്കിലും ഇരിക്കാൻ പാകത്തിനുള്ള സംവിധാനങ്ങൾ. നൃത്തവും കലാരൂപങ്ങളും അരങ്ങേറുന്നു നിരന്തരം അവിടെ. ഇനി ഇതിൻ്റെ തൂണുകളുണ്ട് ഇടയ്ക്കെല്ലാം. ഇതിന് ഭിത്തിയുണ്ട്. ചുണ്ണാമ്പ് കല്ലുകൾ തേച്ചു മിനുക്കി പോളിഷ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒരു വാതകത്തിൽ നിന്ന് തീ പടർത്തി അതിൻ്റെ വെളിച്ചം ഈ ഭിത്തിയിൽ പ്രതിഫലിപ്പിച്ചിട്ട് അവിടെമെല്ലാം നമ്മളൊരു ഹോട്ടലിലിരിക്കുന്ന പ്രതീതി. എവിടെയാ? ശദ്രക്ക് മേശക്ക് അഭേദനഗോവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട് കഴിച്ചോളാൻ പറഞ്ഞു. എന്തൊരു ഫുഡാന്നറിയണ്ടേ? അതും നർത്തകന്മാർ പാട്ടുപാടി നൃത്തം ചെയ്ത്, വറുത്ത മാംസക്കഷണങ്ങൾ, ധാന്യമണികൾ പൊടിച്ചുണ്ടാക്കുന്ന ആഹാരപദാർത്ഥങ്ങൾ, വ്യത്യസ്ത തരത്തിൽ നിറമുള്ള മദ്യം, ഇവയെല്ലാം കൊണ്ട് ഈ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വരും. കേട്ടല്ലോ? നമ്മളാണ് എന്ത് ചെയ്തേനെ? പ്രൈസ് ദ ലോർഡ്. വടക്കഞ്ചേരി കിട്ടാത്ത എനിക്ക് ബാബിലോണിൽ കിട്ടിയെന്ന് പറഞ്ഞ് അടിച്ചു കളയും. ചിലരുടെ ധാരണ ഇതാ ഈ അനുഗ്രഹം എന്നാണ്. ചില സുവിശേഷം പറഞ്ഞാൽ ഇതാ കിട്ടുന്ന കാര്യം ഈ പറയുന്നതല്ല. യേശു ക്രൂശിക്കപ്പെട്ട കാര്യം പറയില്ല, യേശുവിൻ്റെ രക്തത്താലുള്ള രക്ഷ പറയില്ല. അവരുടെ കുഴപ്പമില്ല കേട്ടോ. അങ്ങനെയും പറയാൻ ബൈബിളിൽ പ്രമാണമുണ്ട് കേട്ടോ. ബൈബിളിൽ പ്രമാണമല്ല, ബൈബിളിലൊരു ഇൻസിഡൻ്റ് ഉണ്ട്. ചിലരെ രോഗസൗഖ്യം, വീടിൻ്റെ കടം, ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള കാര്യം മാത്രം പറയുന്നത് കേൾക്കുമ്പോൾ മനസ്സിലായിക്കൊള്ളണം, അതും ബൈബിളിലുണ്ട്. ഒരാൾ പറയുന്നുണ്ട് ശരീരരക്ഷ. ക്രൂശിൽ കിടക്കുന്ന കള്ളന്മാരിൽ ഒരുത്തൻ പറഞ്ഞ് ഞങ്ങൾ കേട്ടായിരുന്നു, നീ ദൈവപുത്രനാണെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങണം, നിന്നെ തന്നെ രക്ഷിക്കണം, ഞങ്ങളെയും രക്ഷിക്കണം. മനസ്സിലായില്ലേ? അവനുദ്ദേശിച്ച രക്ഷ എന്താ? ശരീരരക്ഷ. ഈ മുറിവുണങ്ങണം, ക്രൂശിൻ്റെ അനുഭവം മാറണം. സത്യത്തിൽ അവൻ കഴിവില്ലാത്ത ഒരാളല്ല. എനിക്ക് തോന്നുന്നു ഇവൻ ഏതോ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു തോന്നുന്നു പണ്ട്. ഇത്രയും നല്ല ഐഡിയ. എന്താ ഐഡിയ പറഞ്ഞു കൊടുത്തേ? നീ ആദ്യം രക്ഷപ്പെടണം സാറേ, ഞങ്ങളെയും കൂടെ ഒന്ന് രക്ഷിക്കു സാറേ. ഇയാൾ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ, യേശു ക്രൂശിൽ നിന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ, നേരാണല്ലോടെ കൊച്ച നീ പറഞ്ഞേ, ഇതേ ഞാൻ ഇറങ്ങുന്നു, ഇറങ്ങ്, 3 പേരൂടെ ആ തെരുവീതിലൂടെ പോയാൽ മതി, പീലാത്തോസ് അന്ന് രക്ഷിക്കപ്പെടും. വൻ ജനാവലി വരും, ധാരാളം ആളുകൾ കേൾക്കും. നല്ല ഐഡിയ ഉള്ള കള്ളനാണ്, നിസാര പുള്ളിയല്ല. ഈ കള്ളൻ്റെ കൊച്ചുമക്കൾ ഇപ്പോഴും സുവിശേഷം പറയാറുണ്ട് കേട്ടോ. നമ്മുടെ ശരീരത്തിന് നല്ലതാണെന്ന്, വിദേശത്ത് പോകാൻ നല്ലതാണെന്ന്, നമുക്ക് ചില സുഖങ്ങളൊക്കെ ഇതുവഴി ഉണ്ടാകും. അപ്പുറത്ത് കിടക്കുന്നവൻ കള്ളനാണെങ്കിലും പറഞ്ഞു, ഇത്രയൊക്കെ ജീവിച്ചില്ലേ, ചെയ്യാവുന്ന കൊള്ളയൊക്കെ ഞാൻ ചെയ്താ മടുത്തു. ഈ മരണം പോലും എൻ്റെ കുറ്റകൃത്യത്തിന് തത്തുല്യമല്ല. പക്ഷേ നിന്റെ രാജ്യം വരുമ്പോൾ നീ അടിയനെ ഓർക്കണം. മറ്റവൻ്റെ വചനം കേട്ടിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞത്? ഇവൻ ചെയ്യുന്ന എന്തെന്ന് അറിയായിക്കാൻ അവനോട് ക്ഷമിക്കണം.
അപ്പോഴും കർത്താവ് ഇത് പറയുന്നുണ്ട്, അവനോട് ക്ഷമിക്കണമെന്ന്. അപ്പോഴും നമ്മൾ പറഞ്ഞു അവിടെ ഭയങ്കര ആളാ, IPC 4-5 പേരേ ഉള്ളൂ, ചർച്ചകൂടി കുറവാന്ന് പറഞ്ഞാൽ ആ പറയുന്നവൻ്റെ കാര്യം കേട്ടിട്ട് അവനോടും കൊനെക്കുറിച്ചും പറയണം, അവനോട് ക്ഷമിക്കണം. എടാ, യേശു പാലസ്തീനിൽ തലങ്ങും വിലങ്ങും നടന്ന് പ്രസംഗിച്ചിട്ട് അവസാനം കിട്ടിയ 12 പേരെയാണ്. അപ്പം നമുക്ക് സ്കോപ്പുണ്ട്, നമുക്ക് സ്കോപ്പുണ്ടെന്ന്. അത്രയും അത്ഭുതം അടയാളവും വീര്യപ്രവൃത്തി നടത്തിയിട്ട് അവസാനം കിട്ടിയത് 12 പേരെയാണെന്ന്. ഈ കണക്കെടുക്കാൻ ആരാ പറഞ്ഞേ? നമ്മളെ ഏൽപ്പിച്ച പണി പോസ്റ്റ്മാൻ്റെ പണിയാണ്. ഈ കത്ത് കൊണ്ട് കൊടുത്തേക്കണം. കത്തിനകത്ത് പല കാര്യം എഴുതിയിട്ടുണ്ട്. വീട് പണിയുക, വണ്ടി മേടിക്കുക, ബാങ്കിലെ പൈസ അടയ്ക്കുക, ഇതെല്ലാം പോസ്റ്റ്മാൻ്റെ കാര്യമാണോ? ചേട്ടാ, കത്ത് കൊണ്ടത്തൊന്ന് വേണ്ടത് ചെയ്തോണം. ഗോസ്പൽ അറിയിക്കാൻ ഞങ്ങൾ വന്നാ വേണ്ടത് ചെയ്തോണമെന്ന്. സുവിശേഷം അറിയിക്കുന്നവൻ്റെ ജോലി യേശുവിൻ്റെ രക്ഷകർത്തൃത്വത്തെ കൃത്യതയോടെ പറയുക എന്നുള്ളതാണ്. അത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് മടങ്ങി വരാം. ഇത്രയും നല്ലൊരു രാജ്യത്ത് ഈ കുഞ്ഞുങ്ങളെ തളച്ചിടാൻ ഓർത്തു. ഈ കുഞ്ഞുങ്ങൾ തീരുമാനിച്ചു വേണ്ട, അവരതിനെ അതിജീവിച്ചു. തദനന്തരം ഇവർക്കൊരു കടുത്ത പരീക്ഷ ജീവിതത്തിലേക്ക് വന്നു. എന്താ പരീക്ഷ? ആ പരീക്ഷ വിഗ്രഹത്തെ ആരാധിക്കലായിരുന്നു. അവരതും ജയിച്ചു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഭൗതികമായ ഇത്തരം പ്രലോഭനങ്ങളെ അതിജീവിച്ചാൽ അടുത്ത ഘട്ടം ആത്മീകമായ വെല്ലുവിളികൾ പിശാച് കൊണ്ടുവരുമ്പോൾ അവിടെയും ജയിക്കും. എവിടെങ്കിലും തോറ്റുപോയെങ്കിൽ ഇന്ന് നമുക്ക് ജയാളിയായവൻ കൂടെയുണ്ട്. എവിടെയും പരാജയപ്പെടാത്ത ഒരുവനെ നമ്മുടെ മുൻപിലുള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവാണെങ്കിൽ അങ്ങാണ് ഞങ്ങളുടെ ഗുരു, അങ്ങാണ് ഞങ്ങളുടെ മാർഗദർശനം. ഒന്നിനു മുമ്പിൽ തലകുനിക്കാത്ത അജയ്യതയുടെ പേരാണ് ക്രിസ്തു. ആ മഹാനുഭവൻ ഇന്ന് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ അവനെ ഉയർത്തിട്ട് പറയാം, യെരൂശലേം പുത്രിമാരെ, ഇവനാണ് എൻ്റെ പ്രിയൻ, ഞാൻ അവനെയാണ് അനുഗമിക്കുന്നത്. അവനെ അനുഗമിച്ച നാൾ മുതൽ എനിക്ക് പരാജയമില്ല. ജീവിതത്തിൻ്റെ വിജയം എൻ്റെ ശീലമാണ്. ഹല്ലേലൂയ. ഇവിടുന്ന് ഈ ഘട്ടത്തിൻ്റെ ഇടവേളയിൽ ഒരിക്കൽ മഹാരാജാവ് ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ രാജാവ് കണ്ട വിചിത്രമായ അനുഭവങ്ങൾ രാജാവിനെ ഭയപ്പെടുത്തി. രാജാവ് സ്വപ്നവും മറന്നു. അസ്വസ്ഥചിത്തനായി ഉണരുന്ന രാജാവ് പെട്ടെന്ന് ശകുനവാദികൾ, മന്ത്രവാദികൾ, ആഭിചാരകന്മാർ ഇവരെയെല്ലാം വിളിച്ചു. ഇവരെല്ലാം കൂടെ സമ്മാനം കൊടുക്കാനാന്നോർത്ത് വന്നപ്പോൾ രാജാവ് പറഞ്ഞു, സമ്മാനമൊക്കെ തരാം, നിങ്ങൾ പ്രതീക്ഷിച്ചതിലും വലിയ ഗിഫ്റ്റാണ് തരുന്നത്. ഒറ്റ കാര്യം, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. ഞാൻ കണ്ട സ്വപ്നം മറന്നു. നിങ്ങളത് പറയണം, അർത്ഥവും ബോധിപ്പിക്കണം. ഈ സ്വപ്നം പറയുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകും അതിൻ്റെ അർത്ഥമെന്തെന്നത് കൃത്യമാണെന്നും ഞങ്ങൾക്ക് മനസ്സിലാവും. അർത്ഥം മനസ്സിലാകും എന്ന് പറഞ്ഞ ഘട്ടത്തിൽ ഇവന്മാർ പറഞ്ഞു, അതേ, ഇന്ന് വരെ ഒരു ശകുനവാദിയോടും രാജാവ് ഇങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. പകരം സ്വപ്നം പറഞ്ഞാൽ അർത്ഥം പറയാം. അപ്പോൾ സ്വപ്നം പറഞ്ഞാൽ നമ്മൾ നോക്കിയാലും ചില അർത്ഥം പറയാം അല്ലേ? ഒത്താലൊക്കട്ടെന്നോർത്ത് ഒരർത്ഥം പറയത്തില്ലേ? പറയാം. ഒത്താലൊക്കട്ടെ, ഇതെല്ലാം അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാനതിന് ഒരു ഉദാഹരണം പതിവായി പലയിടത്തും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. ഇന്ത്യ പണ്ട് ഈ ബ്രിട്ടീഷുകാർ ആക്രമിച്ചു വരിക. ചിലപ്പോഴൊക്കെ നമ്മൾ ഈ ട്രാക്കി കൊടുക്കാനൊക്കെ പോകുമ്പോൾ ചില സഹോദരന്മാർ നമ്മളെക്കുറിച്ച് പറയാറുണ്ട്, നമ്മൾ ബ്രിട്ടീഷുകാരുടെ പക്ഷമാണ്. ബ്രിട്ടീഷുകാരുടെ പക്ഷത്തുള്ള ആരെങ്കിലും ഒന്ന് കൈ ഉയർത്തി. വളരെ നല്ലത്. നമ്മൾ ഇന്ത്യക്കാരാ, ശരിയാണോ? നമ്മൾ ബ്രിട്ടീഷ് പക്ഷമൊന്നുമല്ല. അങ്ങനല്ല, ഈ ബ്രിട്ടീഷുകാരുമായിട്ട് നമുക്കെന്താ ബന്ധം? നമുക്ക് വലിയ ബന്ധമൊന്നുമില്ല. എല്ലാ ഇന്ത്യക്കാർക്കും ഉള്ള പോലുള്ള അനുഭവങ്ങളെ നമുക്കും ഉള്ളൂ. ക്രൈസ്തവരായി നമുക്ക് മാത്രമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഞാനതിന് ചെറിയ ചരിത്രം പറഞ്ഞിട്ട് വരാം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യ 700ഓളം നാട്ടുരാജ്യങ്ങളായിരുന്നു. പ്രിൻസ്ലി സ്റ്റേറ്റ്. എത്ര എണ്ണ? 700ഓളം നാട്ടുരാജ്യം. നമുക്ക് കേൾക്കണം. അതിൽ പേര് കൊണ്ടെങ്കിലും ക്രിസ്ത്യാനിയായിരുന്ന ഒരാളേ ഉള്ളൂ. ഒരാൾ. രാജാവിൻ്റെ പേര് കേട്ടാൽ ചിരി വരും. വില്ലാർവട്ടം തോമാ രാജാവ്. മലയാളിയാണ്. നമ്മുടെ 5 തെങ്ങ് മണിവർണ്ണം എന്നൊക്കെ പറയുന്ന ആ സ്ഥലത്ത്, കൊല്ലം ജില്ലയുടെ ഭാഗമാണ്.
അവിടെ ജീവിച്ചിരുന്ന ഒരു നാട്ടുരാജാവായിരുന്നു ഇദ്ദേഹം. ബാക്കിയെല്ലാം തദ്ദേശീയരായ ഹിന്ദുക്കളോ മുഗളന്മാരുടെ പിൻഗാമികളോ ഒക്കെ ആയ രാജാക്കന്മാരാണ്. ഒറ്റ ഒരാളെ ഉള്ള രേഖാമൂലം. അപ്പോൾ ഈ നാട്ടുരാജാക്കന്മാർ തമ്മിലടിക്കും. അപ്പം സിറാജുദ്ദൗളയെ തോൽപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബംഗാൾ വഴി ഇഞ്ഞ് കയറി. അങ്ങനെ ശക്തിപ്പെട്ടിരിക്കുന്ന ഘട്ടത്തിൽ ഈ നാട്ടുരാജാക്കന്മാർ തമ്മിലടിക്കുമ്പോൾ ഇവരിൽ ഒരുവൻ തോൽക്കും എന്ന് ഉറപ്പായാൽ ഇവർ ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് പറയും, സാറേ ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം. അപ്പോൾ അവർ പറയും, ഞങ്ങൾ വരാം, പകരം നിങ്ങൾ കപ്പം തരണം, ഞങ്ങൾക്ക് ഇന്ന സൗകര്യം ചെയ്തു തരണം. ഈ പിടിച്ചെടുക്കുന്ന രാജ്യത്തിൻ്റെ ഒരു ഭാഗം, ഏതായാലും നിങ്ങളുടെ രാജ്യം ഇത്രയേ ഉള്ളല്ലോ, അടുത്ത രാജ്യം കീഴടക്കുമ്പോൾ അതിൻ്റെ കുറേ ഭാഗം ഞങ്ങൾക്ക് തരണം. കൃഷി ചെയ്യാനൊക്കെയാണ്. അതിനെന്താ, അടുത്തവൻ്റെ രാജ്യം ആക്രമിച്ച് കീഴടക്കുമ്പോൾ പകുതി ഇവനും കിട്ടും, പകുതി ബ്രിട്ടീഷുകാരനും കിട്ടും. അവർ തയ്യാറാവും. മറ്റവൻ ആദ്യം ഒരു സന്ദേശം അയക്കും, കീഴടങ്ങണം. അവൻ സമ്മതിക്കുകയില്ല, പോരാടാൻ തീരുമാനിക്കും. കീഴടങ്ങിയാൽ ഒരു ചെറിയ രാജാവൊക്കെ ആയിട്ട് കൂട്ടും, പക്ഷേ കമ്പനി പറയുന്ന പോലെ പോക്കോണം, കമ്പനിക്ക് കീഴിലെ ഒരു രാജാവാണ്. കീഴടങ്ങിയില്ല, യുദ്ധം വരും. അപ്പോൾ ഈ ചെറുത്ത് നിൽക്കുന്ന നമ്മുടെ ആളുകൾ അത്ര മോശമായിരുന്നില്ല. നല്ല ആയോധന കല പഠിച്ച നല്ല ഒന്നാം തരം പട്ടാളക്കാർ നമുക്കും ഉണ്ടായിരുന്നെന്ന്. ബ്രിട്ടീഷുകാരുടെ പോരാടിയേ അല്ല, കൊമ്പം മീശയും തലപ്പാവ്, 5-6 മുഴം തുണി കൊണ്ടാണ് ഈ തലപ്പാവ് ഉണ്ടാക്കുന്നത് തന്നെ. പക്ഷേ നഗ്നത മറക്കേണ്ട അടുത്തൊരു 2 ഇഞ്ച് തുണിയേ ഉള്ളൂ. പണ്ടത്തെ പട്ടാളക്കാരൻ്റെ ഒരു വേഷമായി പറഞ്ഞു കേട്ടോ. കൊമ്പം മീശയും പിരിച്ച് ഈ തലപ്പാവും വെച്ച് യുദ്ധത്തിനിറങ്ങുക. യുദ്ധത്തിനങ്ങോട്ട് പോകുമ്പോൾ 2-3 കാര്യം നോക്കും. രാഹുകാലം, ഗുളികോദയം, ആ കൂടെ ശത്രുവിനെ സംഹരിക്കുന്ന പൂജ നടക്കും. ആ കൂടെ സ്ത്രീകളോട് പറയും വ്രതം നോക്കണം. ഇതെല്ലാം കറക്റ്റാണ്. മാത്രമല്ല എതിരാളിയെ വണങ്ങണം. എന്തോ ഒരു മാന്യമായ അടിയാന്ന് നോക്കി. അടി കൊടുക്കുന്നതിന് മുമ്പ് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് അടിച്ചു എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ്. എതിരാളിയെ കൂടെ വണങ്ങും. നല്ല മാന്യതയുള്ള യുദ്ധമാണ്. നമ്മുടെ കുറേ ആക്രമണ രീതിയുണ്ട്. ഒരുത്തൻ 10ഉം 16ഉം പേരെ വകവരുത്തും. ഇത്തരം പരിപാടിയാണ്, മോശപ്പെട്ടല്ല. എന്നിട്ടേ വലത് കാല് വെച്ച് ഒത്തിരി തത്വങ്ങളുണ്ട് കേട്ടോ. എനിക്ക് ആ തത്വമൊക്കെ പറയാനറിയാം, ചെയ്യാനറിയില്ല. അപ്പോൾ ഗജവടിവിൽ നിവർന്ന് സിംഹത്തഞ്ചം പിടിച്ച്, ഗജവടിവെന്ന് പറഞ്ഞ ആന നിൽക്കുന്ന പോലെ അങ്ങോട്ട് നിവർന്നിട്ട് സിംഹത്തഞ്ചം പിടിച്ച്, സിംഹം ആക്രമിക്കാൻ ചൊല്ലുന്നില്ല, ചെന്ന് ചീറിയെടുക്കണം. സംഗതിയെല്ലാം കറക്റ്റായിരുന്നു. പക്ഷേ ഈ ഗജവടിവ് എന്താ, സിംഹത്തഞ്ചം എന്താ, രാഹുകാലം എന്താണെന്നറിയാത്ത സായിപ്പ് തോക്കെടുത്ത് കാച്ചി. മനസ്സിലായോ? അയാൾക്കറിയത്തില്ല ഇതെന്തോ ഗുളികനെ ഉദിച്ചെന്ന് പറഞ്ഞാൽ എന്താ, ഇതൊന്നും അറിയില്ല. അവൻ ഒറ്റ പരിപാടി തോക്കെടുത്തിട്ട് പറഞ്ഞു ഫയർ, അറ്റാക്ക് വെച്ച് കാച്ചിക്കളഞ്ഞു. ഇന്ത്യ മുഴുവൻ അവൻ്റെ കയ്യിലിരുന്നു. എല്ലാം മനസ്സിലായോ? മനസ്സിലാക്കിക്കോ. അപ്പം ഇന്ത്യ ആരാ കൊടുത്തേ? നമ്മളാരാണ്ടാ? മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നില്ല എങ്കിൽ പറയാം. പണ്ട് ഈ ഇന്ത്യ കൊടുത്തവൻ്റെ കൊച്ചുമോനാ നമ്മൾ ഈ പരസ്യവും നടത്തുമ്പോൾ വന്നേച്ച് പറയുക നിങ്ങൾ ബ്രിട്ടീഷുകാരുടെ കൂടാണ്. പോയി ചരിത്രം പഠിക്കടാ ആദ്യം. നീ കാര്യം പഠിച്ചിട്ട് ഇങ്ങോട്ട് പോ, ഞങ്ങൾ പറഞ്ഞുതരാം. കഥ അങ്ങനൊന്നും അല്ലെന്നേ, സംഭവം അങ്ങനൊന്നും അല്ലെന്നേ. ഇതുപോലെ രാഹു കേതു ഒക്കെ നോക്കുന്ന പ്രശ്നക്കാരെ മുഴുവൻ വരുത്തിയിട്ട് പറഞ്ഞു സ്വപ്നത്തിൻ്റെ അർത്ഥം പറ, വ്യാഖ്യാനം പറ. കൊടുക്കും. സ്വപ്നത്തിൻ്റെ അർത്ഥവും വ്യാഖ്യാനം പറയാതെ വിഷമിച്ചപ്പോൾ രാജാവ് പറഞ്ഞു തല കളഞ്ഞേക്കാൻ പറഞ്ഞു. അന്നമാർ ആ ബോർഡ് എഴുതി വെച്ചതിൻ്റെ വിഷമം ഭാവി പറയും, ഭൂതം പറയും, വർത്തമാനം പറയും. വർത്തമാനം മാത്രമേ അവിടെ ആകെ നടക്കുന്നുള്ളൂ, അതുപോലും ശരിക്കറിയത്തില്ല. കുപ്പക്കുന്നാക്കിയേക്കാൻ പറഞ്ഞു. മുനിസിപ്പാലിറ്റി വേസ്റ്റ് മുഴുവൻ അവൻ്റെ വീട്ടിൽ കൊണ്ട് തട്ടാൻ, അടിച്ച് നിരത്താൻ പറഞ്ഞു. പക്ഷെ വിധി പുറപ്പെട്ടപ്പോൾ ആദ്യം വിധി ആർക്കെതിരാ? ദാനിയേലിനെതിരെ. പാവപ്പെട്ട നമ്മുടെ, അതാകുമ്പോൾ കുതിര കയറാൻ എളുപ്പമാണല്ലോ. നമ്മുടെ മണ്ടക്കിട്ട് കുതിര കയറാൻ വന്നിരിക്കുക. പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വന്ന ദാനിയേൽ ഒരു ചോദ്യം, രാജസന്നിധിയിൽ നിന്ന് ഇത്രയും കനത്ത കൽപ്പന വരാൻ കാരണമെന്താ? അയാളുടെ ആ മാന്യമായ ചോദ്യം കേട്ടപ്പോൾ പടയാളി പറഞ്ഞു സാറേ അത് പിണക്കമുണ്ടായിട്ടല്ല, രാജാവ് അസ്വസ്ഥനാണ്. കേട്ട് ദാനിയേൽ പറഞ്ഞു അതാണോ കാര്യം? അല്ലേ, ഞാൻ പറയുന്നു
ആ ഉത്തരവങ്ങ് മരവിപ്പിക്കണം. രാജാവിട്ട ഉത്തരവ് മരവിപ്പിക്കാൻ പ്രാർത്ഥനയുടെ മുഴങ്കാലിൽ യുദ്ധം ചെയ്തവന് അധികാരമുണ്ട്. വചനവിപരീതമായ ഉത്തരവ് കാണുമ്പോൾ ഭക്തൻ ആത്മാവിൽ പറഞ്ഞുകൊള്ളണം, ഞങ്ങളതിനെ റദ്ദ് ചെയ്യുന്നു. ആത്മാവിൽ സുവിശേഷത്തിന്റെ വ്യാപനത്തെ തടയുന്ന തരത്തിലെ നിയമങ്ങളും സംവിധാനങ്ങളും ഭക്തനെതിരെ കടന്നു വരുമ്പോൾ ആത്മാവിൽ ഭക്തൻ പറയട്ടെ, ആ ഉത്തരവിനെ റദ്ദ് ചെയ്യാനുള്ള അധികാരം ആത്മാവിൽ ദൈവം ഭക്തന് നൽകിയിട്ടുണ്ട്. ആത്മാവിന്റെ ആ വലിയ അനുഗ്രഹമാണ്, അഭിഷേകമാണ്, നിയോഗമാണ് പ്രതിസന്ധികളെ അതിജീവിക്കാൻ നമ്മെ ഇതുവരെ പ്രാപ്തരാക്കിയതെങ്കിൽ വരും കാലഘട്ടത്തിൽ നാടിന്റെ ചിത്രം മാറ്റിവരയ്ക്കാൻ നമ്മുടെ ദൈവം മതിയായവൻ. വിശ്വാസത്തോടെ നമുക്ക് വീണ്ടും ട്രാക്ക് കൊടുക്കണം, വിശ്വാസത്തോടെ വീണ്ടും പ്രസംഗിക്കണം, വിശ്വാസത്തോടെ വീണ്ടും പരസ്യയോഗം നടത്തണം. ആർക്കും ചെയ്യാനാവാത്ത ഉദാത്തവും ഉന്നതവുമായ കാര്യങ്ങൾ നമ്മളുടെ ദൈവം ചെയ്യും. ഇവിടെ ഞാൻ ശേഷന്മാരായ ദൈവാസന്മാരെ കാണുന്നു. ദൈവാസന്മാരെ നമ്മുടെയൊക്കെ ചർച്ചിൽ 8, 10, 15, 50, 100 ഒക്കെ പേരുണ്ട്. ഇങ്ങോട്ട് മാറിയാൽ അങ്ങോട്ട് മാറിയാൽ 100 കണക്കിന് പേരുണ്ട്, 1000കണക്കിനുള്ളവരുണ്ട്. തെറ്റിദ്ധരിക്കല്ലേ, ഇതൊന്നും നമ്മൾ ട്രാക്ക് കൊടുത്തോ നമ്മൾ പ്രസംഗിച്ചോ ഒന്നും വന്നവരല്ല. നമ്മുടെ പൂർവികർ ഈ ബൈബിളൊന്ന് വെക്കാൻ സൗകര്യമില്ലാതെ, ഒരു ചായ കുടിക്കാൻ സൗകര്യമില്ലാതെ, കല്ലീറ് കൊണ്ടും വേദനിച്ചും ഇതുവഴി തലങ്ങും വിലങ്ങും നടന്നു. അന്നവർ വിതച്ചത് കൊയ്യാനാ നമ്മളെവിടെ വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഉത്തരവാദിത്തമില്ല ഇരിക്കണ്ട. ഇന്നീ ചെയ്യുന്നതിൻ്റെ ഒക്കെ പ്രതിഫലം അത് കൊയ്തെടുക്കാൻ ഒരു പുതുതലമുറ ഈ പെരുവഴിയിലൂടെ വരും. ഉറപ്പാക്കി വെച്ചിട്ടേ പോകാവൂ. ഈ യോഗത്തിന്റെ ഗുണം ഇന്നല്ല, അതിന്റെ ഫലം കൊയ്യാൻ ഒരു പുതുതലമുറ ഇതുവഴി വരുമെന്ന് വിശ്വാസത്താൽ കണ്ടിട്ട് ഭക്തൻ പൂർവികർ ചെയ്ത ആ മനോഹരമായ അനുഭവങ്ങൾക്ക് നന്ദി പറഞ്ഞിട്ട് നിരാശയില്ലാതെ പറയാ, എന്റെ പിതാക്കന്മാർ ഇവിടെ വിതച്ച വചനവിത ഫലം കായ്ച്ചിരിക്കുന്നു. അത് കൊയ്തെടുക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പ്, വിശ്വാസത്താൽ അത് വിതയ്ക്കുന്ന ഒരു പുതുതലമുറയുടെ ഭാഗമാക്കി അടിയനെയും നിയോഗിച്ചത് കൊണ്ട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ദാനിയേൽ പറഞ്ഞത് നിർത്ത്. ദാനിയേൽ പറഞ്ഞതുപോലെ ഉത്തരവ് മരവിപ്പിച്ചു. ദാനിയേൽ അങ്ങ് ചെന്നു. രാജാവ് എൻ്റെ മുമ്പിൽ വണങ്ങിയിട്ട് പറഞ്ഞു, രാജാവേ, നീ കണ്ട സ്വപ്നം ഒരു വലിയ ബിംബം, സമ്മിശ്രലോഹ ബിംബമാണ്. ബിംബത്തിന്റെ തല തങ്കം കൊണ്ട്, നെഞ്ചും കൈയും വെള്ളി കൊണ്ട്, വയറും അരയും താമ്രം കൊണ്ട്, തുട ഇരുമ്പ് കൊണ്ട്, കാൽ പാതി കളിമണ്ണും പാതി ഇരുമ്പും. രാജാവേ, തങ്കം കൊണ്ടുള്ള തല അങ്ങ് തന്നെയാണ്. ഇത്രയും ചിട്ടവട്ടങ്ങളുള്ള ഒരാഡംബര രാജ്യം ഇതിനു മുമ്പില്ല. പക്ഷെ ഇത് തകരും. നിന്നെക്കാൾ വീര്യം കുറഞ്ഞ മറ്റൊരു സാമ്രാജ്യം എഴുന്നേൽക്കും. അത് പേർഷ്യയാണ്. ബാബിലോണിന് ശേഷം പേർഷ്യയും, പേർഷ്യക്ക് ശേഷം മഹാനായ അലക്സാണ്ടർ ഗ്രീസും, ഒടുവിൽ കടുകട്ടിയായ ഇരുമ്പ് യുഗത്തിന്റെ ആവിർഭാവം റോമൻ ഭരണകൂടവും എഴുന്നേൽക്കും. ആ റോമിൽ നിന്ന് ഒരു പുതിയ വ്യവസ്ഥ രൂപപ്പെടും. കളിമണ്ണും ഇരുമ്പും ചേർന്ന പാദം. ഉറപ്പില്ലാത്ത, ദൃഢനിശ്ചയമില്ലാത്ത, നയവും പരിപാടിയുമില്ലാത്ത താൽക്കാലിക ഭരണകൂടങ്ങൾ വരും. അതിൻ്റെ കാലിലേക്ക് കൈ തൊടാതൊരു കല്ല് പാഞ്ഞു വന്നടിക്കും. കൈ തൊടാത്ത കല്ല് കണ്ട നിനക്ക് ഭയം വന്നേ. ആ കല്ല് അവിടെ ഇരുന്ന് വളരും. ആ കല്ലൊരു മഹാപർവ്വതമാകും. ആ കല്ലിന്റെ വിശദീകരണം പറഞ്ഞു കൊടുത്തു. രാജാവേ, ആ കല്ല് കൈ തൊട്ടതല്ല, അത് വളരുന്നു. അത് ജീവനുള്ള കല്ല. ആ ജീവനുള്ള കല്ലാരാണെന്നറിയാൻ പീലാത്തോസേ അങ്ങകലെ അരിമത്തയിലെ യോസേഫിന്റെ കല്ലറയിൽ ഒരു ലബോറട്ടറി ഓപ്പറേറ്റ് ചെയ്തിരുന്നു. ജീവനുണ്ടോ എന്ന് പരിശോധിക്കാം.
ജീവനുള്ള കല്ലിനെ അതിനകത്താക്കിയിട്ട് ജീവനില്ലാത്ത കല്ലുകൊണ്ട് അതിനതിരിവച്ചടച്ച് പുറത്തേക്ക് വരാനുള്ള സാധ്യതയുടെ വഴി തടഞ്ഞപ്പോൾ പുറത്തു വച്ച കല്ലിന് ജീവനില്ലെങ്കിൽ അകത്തെ കല്ലിന് ജീവനുണ്ടായിരുന്നു. ആ കല്ല് ജീവന്റെ തുടിപ്പ് പ്രകടമാക്കിയപ്പോൾ പുറത്തെ കല്ല് ഉരുണ്ടുമാറി. യേശു വന്ന ജീവനുള്ള കല്ല് ജീവനുള്ളവനായി ഈ കല്ലിനെ തട്ടിഭേദിച്ചുകൊണ്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റെങ്കിൽ ആ കല്ലിനെ കാട്ടിയിട്ട് പത്രോസ് പറയുക, നിങ്ങളും ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് ആത്മീയ ഗൃഹമായി പണിയപ്പെടുന്ന പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കാൻ കഴിയാത്ത ആ ദൈവസഭ ജീവനുള്ള കല്ലാണെങ്കിൽ ഇന്ന് രാത്രി അത്തരം കല്ലുകൾ വീണ്ടും ആർക്കട്ടെ. ഇതാ ജീവനുള്ള കല്ലായ ഞങ്ങൾ നിന്റെ അരികിലേക്ക് അടുത്തു വരുമ്പോൾ ആർക്കാൻ കഴിയാത്ത കല്ലുകളെ കണ്ടിട്ട് പറയുക, നിങ്ങൾ ആർക്കൊന്നില്ലെങ്കിൽ ജീവനുള്ള കല്ലുകൾ ആർക്കൊന്നൊരു കാലഘട്ടം വരുമെന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനിത്വം 120 മൈൽ കൊണ്ട് ഒതുങ്ങി നിൽക്കുകയാണെങ്കിൽ ഇന്നിതാ പ്രപഞ്ചത്തിന്റെ 5 വൻകരകളിലും ആർക്കുന്ന കല്ലുകൾ മറുപടി പറയുന്നു, അങ്ങ് മാത്രം രക്ഷകൻ, അങ്ങ് മാത്രം വിമോചകൻ, രക്ഷ അങ്ങയിൽ കൂടി മാത്രം. ആ സുവിശേഷത്തിന്റെ വിളംബരമാണ് ഞങ്ങൾ ഈ 2 രാത്രിയും ആവർത്തിക്കുന്നത്. അങ്ങനെ യേശുക്രിസ്തു എന്ന ദൈവപുത്രൻ സ്ഥാപിക്കുന്ന ദൈവരാജ്യം. സ്തോത്രം. എന്നെ കൊണ്ട് കൈ തൊട്ടില്ലെന്ന് എന്താ അതിൻ്റെ അർത്ഥം എന്ന് അറിയണ്ടേ? എവിടുന്ന് കല്ല് വന്നാലും ഓർത്തോണം കൈയുടെ സ്പർശമുണ്ട്. എന്നാൽ കൈ തൊട്ടില്ല. എന്താ കാരണം എന്നറിയണ്ടേ? ഒരു കൈയുടെയും ഇടവലരില്ലാതെ അവൻ പുരുഷന്റെ ഇഷ്ടത്താൽ പിറവി കൊണ്ടവനല്ല, അവൻ സ്ത്രീയുടെ താല്പര്യത്താൽ പിറവി കൊണ്ടവനല്ല. അങ്ങനെ ഒരുവനെയുള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. കാലസമ്പൂർണതയിൽ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. കഴിഞ്ഞ രാത്രി നമ്മളത് വിശകലനം ചെയ്തു. ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ്. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. അവൻ പുരുഷന്റെ ഇഷ്ടത്താലല്ല, സ്ത്രീയുടെ ഇഷ്ടത്താലല്ല. അവൻ പിറവി കൊണ്ടത് എങ്ങനെയാ? ആത്മാവിൽ. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ദൈവകൃപ അവനോടുകൂടെ ഉണ്ടായിരുന്നു. ആ വിടുതൽ അവിടെ സംഭവിച്ചേ. അപ്പോൾ അവിടുന്ന് സ്ഥാപിക്കുന്ന ആ ദൈവരാജ്യത്തെ പറ്റിയാണ് നമ്മൾ പുതിയ നിയമം മുഴുവൻ പറഞ്ഞത്. ഈ പുതിയ നിയമത്തിൽ ഇത് പറയുമ്പോഴല്ല ഉപമകൾ കൊണ്ടാണ് സംസാരിക്കുന്നത്. ഉപമകൾ കൊണ്ട് സംസാരിച്ച് ദൈവരാജ്യത്തെ ഇങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ ഇവർക്ക് പലർക്കും മനസ്സിലായില്ല. ഒടുവിൽ കർത്താവ് പറഞ്ഞു, ഇനി മുതൽ, ഇപ്പോൾ മുതൽ ഞാൻ സ്പഷ്ടമായിട്ടാണ് ഇനി ആ രാജ്യത്തെ പറ്റി പറയുന്നത്. അതിൻ്റെ ഏറ്റവും മികച്ച വിശദീകരണം കിടക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണ്. എനിക്ക് അങ്ങോട്ടൂടെ കടന്ന് ഒന്ന് കൺക്ലൂഡ് ചെയ്യണം. കാരണം ഈ വിഷയം വളരെ വിശാലമാണ്, ഒട്ടേറെ അടരുകളുള്ള ഒരു വിഷയമാണ്. നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ അത് തീർക്കുകയും ചെയ്യണം. ശ്രദ്ധിക്കണേ പ്രിയരേ, ഈ 4 സാമ്രാജ്യങ്ങളിൽ 1-ാം സാമ്രാജ്യമായ ബാബിലോൺ ഇത്രയും കരുത്തുറ്റതായിരുന്നു. ലോകത്തിൽ ഇതുപോലൊരു രാഷ്ട്രമില്ല. ഒത്തിരി പറയാനുണ്ട്. ഞാനിതൊക്കെ ക്ലാസ്സുകൾ എടുത്ത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. 10-25 ക്ലാസ്സുകൾ അവിടെ കിടപ്പുണ്ട്. ആരൊക്കെയോ ഇട്ടിട്ടുണ്ട്. അങ്ങനെ കിടക്കുന്ന ഇത് നിങ്ങൾ യൂട്യൂബിൽ ഇട്ടു എന്ന് ഓർത്ത് കുഴപ്പമൊന്നുമില്ല. കഴിവതും ഈ ഇടുന്ന ടൈറ്റിൽ ഇച്ചിരി വൃത്തിയായിരിക്കണം. അതേ ഉള്ളൂ. എൻ്റെ ഒരു ഫോട്ടോയൊക്കെ ഇട്ടിട്ട് ഈ ക്ലബ് ഹൗസിലെ ചർച്ചയൊക്കെ വളരെ വൾഗറായൊരു ടൈറ്റിൽ ചില മഹാന്മാർ ഇട്ടതോടുകൂടി ഞാൻ ചർച്ചയെ നിർത്തിക്കളഞ്ഞു. ഒത്തിരി കാല് പിടിച്ച് അങ്ങനെ ചെയ്യരുതേ. കാരണം നമ്മുടെ ഫോട്ടോയും കാണും, ഒരു വൾഗറായ ടൈറ്റിലും കാണും. ഞാൻ പറഞ്ഞായിട്ടൊരു ബന്ധവും കാണത്തില്ല. അവിടെ ഞാൻ ആ ചർച്ചയെല്ലാം നിർത്തി. ഇത് മര്യാദക്കൊക്കെ ചെയ്യും. ഒരാളിത് യൂട്യൂബിൽ ഇട്ടു നിർത്ത് കേസെടുക്കാനൊന്നുമില്ല. നിങ്ങൾ ഇട്ടോ, പക്ഷേ ഇടുന്ന ടൈറ്റിൽ ഒരല്പം അല്ലേ, അതൊക്കെ ഉള്ളൂ. ഇപ്പോൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. ആളുകൾക്കെല്ലാം നന്ദി. ശ്രദ്ധിക്കണം, ഇത് യൂട്യൂബിൽ ഒത്തിരി കിടപ്പുണ്ട്. ഞാൻ പോയി സെൽഫ് പ്രൊമോഷൻ കൊടുക്കാറില്ല. അവിടെ കാണും ഇവിടെ കാണുമെന്നും പറയില്ല. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ ഒന്ന് കാണുക, അത്രേ ഉള്ളൂ. ഇവിടെ ഈ രാജാവിൻ്റെ കാലശേഷം 1-2 രാജാക്കന്മാർക്കൂടെ ശേഷം അയാളുടെ ചെറുമകനായ ഗ്രാൻഡ്സണായ ബേൽഷസർ അധികാരത്തിൽ വന്നു. ഈ ബേൽഷസർക്കൊരു മോഹം ഉദിച്ചു. തൊട്ടടുത്ത് കിടക്കുന്ന പേർഷ്യ ആക്രമിച്ച് കീഴടക്കണം. പേർഷ്യ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇറാൻ. അങ്ങനെയാണ്. ഇറാൻ ആക്രമിക്കാൻ താല്പര്യമെടുത്തു അന്നത്തെ ഇറാഖിലെ ചക്രവർത്തി, ബാബിലോണിയൻ ചക്രവർത്തി. ഇത് അങ്ങ് പേർഷ്യക്കാരൻ അറിഞ്ഞു. അയാളുടെ പേര് കോരസ് എന്നായിരുന്നു. കോരസ്, സൈറസ് എന്ന് ഇംഗ്ലീഷിൽ. സൈറസിന് മനസ്സിലായി, ബാബിലോണ്യ ചക്രവർത്തി എന്നെ ആക്രമിക്കാൻ വന്നാൽ ഞാൻ തോറ്റുപോകുന്ന ഉറപ്പുണ്ട്. എന്ത് ചെയ്യണം? ഒന്നില്ല, അങ്ങ് വിട്ടുകൊടുത്തിട്ട് കീഴടങ്ങിയിരിക്കണം.
അല്ലേ? വേറെ വഴിയില്ല. പക്ഷെ ഇയാൾ ചിന്തിച്ചത് കീഴടങ്ങാനല്ല, പുതിയൊരു യുദ്ധമുറ. അവൻ ഇങ്ങോട്ട് വരും മുമ്പ് ഞാൻ അവൻ്റെ രാജ്യത്തിൽ ഇരമ്പിക്കയറി അവനെ ആക്രമിക്കും. പറ്റുന്ന നാശം വിതച്ച്, പറ്റിയാൽ ജയിക്കും, ഇല്ലെങ്കിൽ പൊരുതി മരിച്ചു വീഴും. ഇതാണ് രാജാവ്. ഇങ്ങനെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക ഒരു വിശിഷ്ടാതിഥി കാണാൻ വന്നു. ചെല്ലുമ്പോൾ അമ്മായിയപ്പനാ. തൊട്ടടുത്ത രാജ്യമായ മേദ്യ, നമ്മൾ മീഡുകൾ എന്ന് ചരിത്രത്തിൽ പഠിക്കല്ലോ, മീഡ്സ്, അവിടുത്തെ രാജാവ്. കുഞ്ഞെ, നീ ബാബിലോണിനെ ആക്രമിക്കാൻ പോകുന്നു എന്ന് കേട്ടു. നേരോ? പിതാവേ, ശരിയാ. 87 അടി കനം, 100 അടി ഉയരമുള്ള പടുകൂറ്റൻ മതില്, 14.5 മൈൽ നീളം, 14.5 മൈൽ വീതി. ഞാൻ അളവ് പലതവണ ഇങ്ങടെ മനസ്സിൽ കിടക്കാനാട്ടാ. ഒരു പക്ഷിയും കുറുകപ്പറക്കാത്ത ജാഗ്രത, ചിട്ടയുള്ള പട്ടാളം, ഒരു രോമത്തിനും ഉന്നം പിഴക്കാത്ത കരുത്തരായ സൈനികർ. ഇവരുള്ള സ്ഥലത്തെ നീ എങ്ങനെ പോകും? പ്രഭോ, പൊരുതി മരിക്കാനാ പോന്നെ. കേട്ട് കാർന്നവർ പറഞ്ഞു, നീ അങ്ങനെ മരിക്കുകയൊന്നും വേണ്ട, നീയേ തോൽക്കത്തൊന്നുമില്ല, യുദ്ധം നീയേ ജയിക്കൂ, ഞാനും വരും നിന്റെ കൂടെ, എൻ്റെ സൈന്യം. പുള്ളി പറഞ്ഞു, വേണ്ട, ഞാൻ പോയി കഴിഞ്ഞാൽ അങ്ങയുടെ മകളും കുഞ്ഞുങ്ങളും ഈ രാജ്യവും നീ നോക്കണം. അങ്ങയുടെ കയ്യിൽ തന്നിട്ടാ പോന്നേ. തോറ്റാൽ, പരാജയപ്പെട്ടാൽ അങ്ങിതെടുത്തുകൊള്ളണം. അദ്ദേഹം പറഞ്ഞു, കുഞ്ഞേ, ഈ അപ്പൻ ജീവിതം എത്ര കണ്ടതാ, നീ തോൽക്കില്ല. എന്താ കാര്യം എന്നറിയും? ഒരു പക്ഷിയും പറന്നിറങ്ങാത്ത അവൻ്റെ രാജ്യത്തിൽ നുഴഞ്ഞു കിടക്കാൻ ഞാനൊരു രഹസ്യ വഴി കണ്ടു. അതെങ്ങനെ? കേൾക്ക്. അവൻ്റെ രാജ്യത്തിൻ്റെ ഒത്ത നടുവിലൂടെ ഒഴുകുന്ന യൂഫ്രട്ടീസ് നദിയിലേ, അത് ഞാൻ ചിറകെട്ടി വറ്റിച്ചു വെള്ളം ഗതി തിരിച്ചു വിട്ടു. ഉണങ്ങിയ നദിയുടെ 2 വശത്തുകൂടി പടയാളികൾ ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും കഴുതപ്പുറത്തും ആയുധങ്ങൾ വച്ചു കെട്ടി സുഗന്ധ വ്യാപാരികളുടെ വേഷത്തിൽ അകത്ത് കടന്നു. അവരെ ഒരു വിസിൽ മുഴങ്ങേണ്ട താമസം അടി വരാൻ പോവാ. കേൾക്കുന്നുണ്ടോ? ചെറുപ്പക്കാരുണ്ടേ, കേട്ടോ? പെണ്ണ് കെട്ടുകയാണ്, ഇത്തരം വീട്ടിൽ നിന്ന് കെട്ടിക്കോണം. ഞാൻ ഇന്നും രാവിലെ ഒരുത്തനോട് പറഞ്ഞു പെണ്ണ് കെട്ടാൻ. ഉണ്ടോ? അമ്മായിപ്പം ചെയ്ത പണിയുണ്ടോ? അല്ല, സൂപ്പർ അടി. ഒറ്റ വിസിൽ അടി വരാൻ പോവാണ്. സ്തോത്രം. അപ്പൻ്റെ ബുദ്ധി കണ്ട് അമ്പരന്ന് പോയി ചെറുപ്പക്കാരൻ. എന്നാലും പുള്ളി പറഞ്ഞു, ഞാനേ കാര്യമൊക്കെ നല്ല, പക്ഷെ ഈ ഒളിയുദ്ധം എനിക്ക് ബുദ്ധിമുട്ടാണ്, നേരെ വരും. അപ്പോഴങ്ങനെ പോരെ. ഇദ്ദേഹം നേരെ ഇങ്ങ് വരുമ്പോൾ 100 കതകം പ്രവേശന കവാടമുണ്ടല്ലോ, അത് മലർക്ക തുറന്നു കിടക്കുന്നു. ബൈബിളിൽ നിന്നുള്ള വായിച്ച് കേൾപ്പിക്കാം. ഇന്ത്യ പോയോ വായിച്ച ആള്? നിർണായക സമയത്ത് സ്ഥലം വിട്ട് കളഞ്ഞു. യെശയ്യാപ്രവചനം 45:1 മുതൽ ഒന്ന് വായിച്ചുകൊള്ളൂ. 45:1 മുതൽ പെട്ടെന്ന് വായിക്കണം. യഹോവ തന്റെ അഭിഷിക്തനായ കോരേശ്, ശ്രദ്ധിക്കണം, കോരേശ് എന്ന പേര് പ്രവാചകൻ വിളിക്കുമ്പോൾ കോരേശ് ജനിച്ചിട്ടില്ല. കോരേശിൻ്റെ അപ്പൻ ജനിച്ചിട്ടുണ്ട്, അപ്പനും ജനിച്ചിട്ടില്ല, മുത്തശ്ശൻ ജനിച്ചിട്ടുണ്ട്. ഏതാണ്ട് 120 കൊല്ലം മുമ്പ് ഈ വിളിയുന്നു സംഭവത്തിൻ്റെ. അപ്പോൾ 1 നൂറ്റാണ്ടിന് ശേഷം ജനിക്കാനിരിക്കുന്ന രാജാവിൻ്റെ പേര് മുൻകൂട്ടി വിളിച്ച പുസ്തക വിശുദ്ധ ബൈബിൾ. ആ പ്രവചനത്തിന്റെ സത്യത്തിന്റെ നിറവില ഞങ്ങൾ ഇന്ന് സുവിശേഷം പ്രസംഗിക്കുന്നതെങ്കിൽ ഈ പുസ്തകം കാലത്തെ അതിജീവിച്ച ഉജ്ജ്വല ഗ്രന്ഥമാണെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. രാജ്യം ഭരിക്കാൻ പോകുന്ന ഒരു ചക്രവർത്തിയുടെ പേര് മുൻകൂട്ടി വിളിച്ചിട്ട് കൃത്യം പറഞ്ഞു കൊടുക്കുക. യഹോവ തന്റെ അഭിഷിക്തനായ കോരേശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. പിന്നെ
അല്ലയോ കോരസ്, നീ രാജ്യങ്ങളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കും. പിന്നെ കേട്ടോ, കതകുകൾ നിന്റെ മുമ്പാകെ തുറന്നിരിക്കേണ്ടതിന്, വാതിലുകൾ അടയാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ വലങ്കരം പിടിച്ചിരിക്കുന്നു. ഏത് കഥകാന്ന് മനസ്സിലായോ? ഈ ബാബിലോന്യ കോട്ടയ്ക്ക് അടിസ്ഥാനമിടുന്നവൻ ജനിക്കും മുമ്പേ, തച്ചുശാസ്ത്ര വിദഗ്ധൻ ഇതിന് നേതൃത്വം കൊടുക്കും മുമ്പേ, ഇതിൽ കട്ടളയും ഓടാമ്പലും ഒക്കെ വച്ചു പിടിപ്പിക്കുന്ന ആ പണി ചെയ്യുന്ന വിദഗ്ധന്മാർ ജനിക്കും മുമ്പ് ആത്മാവിൽ കണ്ടിട്ട് യെശയ്യാ പറയുക, ഞാൻ നിനക്ക് മുമ്പായി അങ്ങ് ചെല്ലും, ഞാൻ നിന്റെ വലങ്കരത്തിൽ കടന്നു പിടിക്കും. നീ ചെല്ലുമ്പോൾ കതകുകൾ അടയാതിരിക്കേണ്ടതിന്, വാതിലുകൾ തുറന്നിരിക്കേണ്ടതിന് ഞാൻ നിന്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. പിന്നെ ഞാൻ നിന്റെ മുമ്പാകെ ചെന്ന് താമ്രവാതിൽ തകർക്കും, ഇരുമ്പോടാമ്പൽ കണ്ണിച്ച് കളയും. ഏതാ ഇരുമ്പോടാമ്പൽ? മനസ്സിലായോ? ഞാനേ തുടക്കത്തിൽ ഇതൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങളീ പലരും മര്യാദയ്ക്കിരുന്ന് ഉറങ്ങുന്ന ഞാൻ കണ്ടു. നിങ്ങളെ ശല്യപ്പെടുത്തുന്നുണ്ടല്ലോ എന്ന് കരുതി ഞാൻ ശാന്തമായിട്ട് പറയുകയും ചെയ്തു. ഈ കട്ടളയും ഓടാമ്പലും ഈ സംഭവമെല്ലാം പണിയുന്നവൻ ജനിക്കുന്നതിൻ്റെ 1 നൂറ്റാണ്ട് മുമ്പ് യെശയ്യാ ആത്മാവിൽ പറയുക, നീ എന്തോ പണിത് വച്ചാലും ഞാൻ താമ്രവാതിൽ തകർക്കും, ഇരുമ്പോടാമ്പൽ കണ്ണിച്ച് കളയും. എന്തൊരാശ്വാസം! എന്താണെന്നറിയണ്ടേ? നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ഭക്തന്റെ തകർച്ചയ്ക്കെതിരെ പടുത്തുയർത്തുന്ന അതിശക്തമായ മതിലും തകർക്കുന്ന വാഗ്ദത്തം കൊണ്ടാ നമ്മളിതിവിടെ വന്നിട്ടുള്ളത്. ഇതുകൊണ്ടാ നമ്മൾ തിരിച്ചു പോകുന്നത്, ഇതും കൊണ്ടാ നമ്മൾ ജീവിക്കുന്നത്, ഇതും കൊണ്ടാ സഭാഗത്തിന് പോകുന്നത്. ഇത് ആ പ്രഭാതത്തിൽ ഉണർന്ന് വായിക്കുന്നതെങ്കിൽ നിനക്കെതിരെ വരുന്ന ഒരായുധവും വലിക്കയില്ല. ഏത് തരം ബന്ധനങ്ങളെയും തകർത്ത് സർവാധിപത്യം സ്ഥാപിക്കുന്ന നസ്രായന്റെ ശബ്ദമാ ഈ വചനത്തിലൂടെ കേൾക്കുന്നതെങ്കിൽ ജയമുറപ്പാക്കണം ദൈവത്തിന്റെ മക്കൾ. സമയക്കുറവുകൊണ്ട് ഞാൻ പറയട്ടെ, അന്ന് രാത്രി ബാബിലോൺ വീണു, അന്ന് തകർന്നു. ഇതൊക്കെ വചനത്തിൽ അടുക്കും ചിട്ടോടും കൂടി പറയേണ്ടതാ. ഞാൻ കാക്ഷിച്ച സന്ധ്യാസമയം അവനെനിക്ക് വിറയലാക്കി തീർത്തു. ഈ ഒട്ടകപ്പടയും കുതിരപ്പടയൊക്കെ ആയുധം വെച്ച് കെട്ടി വരുന്ന കാര്യം യെശയ്യാ 21 എഴുതിയിട്ടുണ്ട്. നീ ചെന്ന് കാവൽക്കാരനെ നിർത്തിക്കൊള്ളുക, അവൻ കാണുന്നത് നിന്നെ അറിയിക്കട്ടെ. ഈരണ്ടായി വരുന്ന കഴുതപ്പടയെ, ഒട്ടകപ്പടയെ കാണുമ്പോൾ അവൻ അതീവ ജാഗ്രതയോടെ ശ്രദ്ധിക്കട്ടെ. അന്ന് തകർന്നു. പിന്നെ പേർഷ്യ ഉണ്ടായി. പിന്നെ പേർഷ്യ ഭരിക്കുന്നത്. പേർഷ്യക്കാരൻ അധികാരത്തിലേറിയിട്ട് ആദ്യം ഇതെന്താണെന്നറിയണ്ടേ? അടിമകളായി ഇവിടെ കിടക്കുന്ന മുഴുവൻ ഇസ്രായേൽ മക്കളെയും രക്ഷിച്ച് 70 ആണ്ടുകൾക്കിടെ ആ പ്രവാസത്തിന് ശേഷം നാട്ടിലെത്തിച്ചു. രാജ്യം അവർക്ക് തിരിച്ചു കിട്ടി. ഇന്ന് വചനം കേൾക്കുമ്പോൾ ഓർക്കണം, ബൈബിളിൻ്റെ അനന്യസാധാരണമായ ആധികാരികത മനസ്സിലാക്കാൻ യഹൂദൻ എന്ന ഒറ്റ ജാതിയെപ്പറ്റി പഠിച്ചാൽ മതി. അവൻ എവിടെ തകരുമോ 10 മടങ്ങ് ശക്തിയോടെ തിരിച്ചു വരും. ഇരട്ടിക്കരുത്തോടെ അവൻ വളരും. സ്തോത്രം! അതാ ചരിത്രത്തിൽ കണ്ടത്. അതിന് പറയുന്ന അവൻ്റെ അഭിവൃദ്ധി കണ്ടിട്ട് നമ്മളിതിലെ ജാഥ നയിച്ചിട്ടൊന്നും ഒരു വിശേഷമില്ല, സമയം പോകാന്നുള്ളൂ. ഇന്നലെ ഈ ജാഥ നയിക്കുന്നവരോട് എനിക്ക് ബഹുമാനമുള്ള ഒരാളാട്ടോ. ഞാൻ തിരുവനന്തപുരത്തൊരു കൺവെൻഷൻ പ്രസംഗിക്കാൻ പോയപ്പോൾ ജാഥ വരുന്നു. സത്യത്തിൽ ഈ ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഹൂദി വിമതർക്കും ഒക്കെ ആരാധകരുള്ള ലോകത്തിലെ ഒരു സ്ഥലം കേരളമാണ്. വേറെ എങ്ങുമില്ല ഈ പ്രകടനമൊന്നും. വേറെ എങ്ങുമില്ല, ലോകത്തൊരു രാജ്യത്തുമില്ല. നടക്കട്ടെ, ഒരു അരങ്ങല്ലേ, നടക്കട്ടെ. അപ്പം ഞാനിങ്ങനെ കോവളത്ത് ഈ ട്രിവാൻഡ്രത്ത് അങ്ങ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കോവളത്ത് ചെന്നപ്പോൾ ഉണ്ട് ഇങ്ങനൊരു പ്രകടനം വരിക. അപ്പോൾ ഇതങ്ങ് പോകട്ടെന്ന് ഓർത്ത് ഞാനൊരു കടയിൽ കയറി ചായ കുടിക്കാൻ. അപ്പം ഇതിൻ്റെ ആളുകൾ അവിടെ നിർത്തിയിട്ട് അവിടെ അവരുടെ പ്രോഗ്രാം, അവർ കുറേ പേര് അവിടെ വന്നപ്പോൾ ഞാൻ അവരുടെ ഈ പുസ്തകമൊക്കെ വില കൊടുത്ത് വാങ്ങി. എന്നോട് ഞാൻ പുസ്തകമൊക്കെ വില കൊടുത്ത് വാങ്ങിയപ്പോൾ എന്നോടും വലിയ കാര്യം, നമുക്കിതൊക്കെ പഠിക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചു, സാറേ ഇതെന്തോ സംഭവം, മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞില്ല, പാലസ്തീൻ ഐക്യദാർഢ്യം. അത് വായിച്ചപ്പോൾ മനസ്സിലായി. പക്ഷേ ഈ സംഭവം പറ, നിങ്ങളൊക്കെ എന്നാ മനുഷ്യരാ? പാലസ്തീനിൽ
സ്ത്രീകൾ മരിക്കുന്നു, പിഞ്ചോമനകൾ മരിക്കുന്നു. അതിരൂക്ഷമായി ഇസ്രയേൽ ഇങ്ങനെ രക്തച്ചൊരിച്ചിൽ നടത്തുന്നത് കണ്ടില്ലേ? കണ്ടു. സംഭവം നിങ്ങളുടെ കേൾക്കണം. ചുമ്മാ സ്ത്രീയെ കയറി കൊല്ലിയല്ല, കുഞ്ഞുങ്ങളെ കയറി കൊല്ലിയല്ലെന്ന്. ഈ ദുഷ്ടന്മാരെ ഈ മനുഷ്യരെയെല്ലാം മുമ്പിൽ നിർത്തിയിട്ട്, മനുഷ്യ കവചമാക്കി നിർത്തിയിട്ട്, സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും മുമ്പിൽ നിർത്തിയിട്ട് ഈ ഭീരുക്കൾ അകത്ത് കയറിയാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് കയറണമെങ്കിൽ എതിരെ നിൽക്കുന്ന പ്രതിരോധം തകർത്ത് കയറണം. അങ്ങനെ ചുമ്മാ ഒന്നും ഇസ്രയേൽ അടിക്കുകയില്ല. ആ രാജ്യത്തിൻ്റെ ചരിത്രം പഠിക്കണം, അപ്പോൾ മനസ്സിലാവും. ഒരു മനുഷ്യനും വില കൽപ്പിച്ച് അവർ മുമ്പോട്ട് പോന്നേ. പിന്നെ ചുമ്മാ ഉപദ്രവിക്കുകയും ചെന്നാൽ കളി മാറും. സ്ത്രീയും കുട്ടിയും ഒക്കെ മാറിയാൽ മതി, സംഭവം വരുമ്പോൾ മാറിക്കൊടുത്താൽ മതി. ഇവരെ മനുഷ്യകവചമാക്കി നിർത്തിയിട്ടേ അകത്ത് കയറി ഒളിച്ചിരിക്കുകയാണെന്ന്. എന്നിട്ട് പറയും അവിടെ പട്ടിണിയാണ്, കഷ്ടപ്പാടാ. ഒരു മിസൈൽ അയക്കുമ്പോഴേക്ക് ഒരു 40 ലക്ഷം ഇന്ത്യൻ റുപ്യ ചിലവുണ്ട്. മനസ്സിലായില്ലേ? അത്രയും ഡോളർ പോട്ടെ. ഈ ക്യാഷ് പോരെ ഇവർ ഈ പട്ടിണി തീർക്കാൻ. എത്ര യൂണിവേഴ്സിറ്റി തുടങ്ങാം അവിടെ, അല്ലേ? എന്തെല്ലാം കാര്യം അവിടെ ചെയ്യാം. ഈ രാജ്യാന്തര വേദികളിൽ പോയി ഇവർക്ക് വേണ്ടി പിരിവെടുത്തുകൊണ്ട് വന്ന് ഈ പാവം മനുഷ്യരെ ഒറ്റിക്കൊടുക്കുക ഈ തീവ്രവാദികൾ ചെയ്യുന്നത്. ഏതായാലും ഞാൻ എന്നോട് സംസാരിച്ച ഈ മനുഷ്യരോട് പറഞ്ഞു, സുഹൃത്തെ, നിങ്ങളുടെ ഈ പ്രോഗ്രാമിനോട് എനിക്ക് യോജിപ്പുണ്ട്. എൻ്റെ എല്ലാ പിന്തുണയും, എനിക്ക് സമയമില്ലല്ലേ, ഞാൻ കൂടിയേച്ച് പോയേനെ. ഇവർക്ക് ഭയങ്കര കാര്യം. അപ്പോൾ എൻ്റെ ഈ ബൈവൊക്കെ ഇരിക്കുന്നത് മനസ്സിലായി. പിന്നെ ചോദിച്ചാൽ അച്ഛനാണോ? ഞാൻ പറഞ്ഞു അതെ. അച്ഛനാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇന്നുവരെ അല്ലെന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് പോപ്പിനേക്കാൾ പ്രാഗൽഭ്യമുണ്ട് അച്ഛനാന്ന് പറയാം. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ പറഞ്ഞു, ആ നിങ്ങളെങ്കിലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു സപ്പോർട്ട് ചെയ്യാൻ കാരണം വേറൊന്നുമല്ല, ഈ പ്രശ്നം നടക്കുന്ന എവിടാ? പാലസ്തീനിൽ. പ്രകടനം നടക്കുന്ന എവിടാ? കോവളത്ത്. ഇത് നല്ലതാ, ആരോഗ്യത്തിനും ജീവിതത്തിനും എല്ലാം ഇത് നല്ലതാണ്. നാളെ എത്ര പ്രകടനം ഇവിടെ നടന്നാലും എൻ്റെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്. തടി കേടാകാതിരിക്കാൻ ഇതാ നല്ലത്. കാരണം എന്താ, അങ്ങോട്ട് ചെല്ലണം, പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോലും കാണത്തില്ല, ആവിയാക്കി വിടുന്നൊരു പരിപാടി അവിടെ ഉണ്ട്. അതൊന്നും വിശദീകരിക്കാൻ എനിക്ക് നേരമില്ല. പശുവിനെ കൊല്ലാതെ ഇറച്ചി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ്. അല്പം ബ്ലഡ് കിട്ടിയാൽ മതി, ഒന്നാം തരം ടേസ്റ്റി ഫുഡ്. ഒത്തിരി ഉണ്ടെന്നേ പറയാൻ. ഇതാ രാജ്യം. അതായത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ആള് ബാക്കി കാണൂല, ആവി. ചായയൊക്കെ അനത്തുമ്പോഴേ കാപ്പി കലത്തിൽ നിന്ന് ഇങ്ങനെ ആവി പോവില്ല. ഇതുപോലൊരു സംഭവം മിച്ചം ഉണ്ടാവില്ല. അപ്പോൾ ഈ രാഷ്ട്രം തിരിച്ചന്ന് വന്നു, പിന്നെയും ലോകത്ത് ചിതറി. ഇന്ന് നിങ്ങൾ സസൂക്ഷ്മം നോക്കിയാൽ അവൻ ചരിത്രത്തിലേക്ക് തിരിച്ചു വരുന്നു. അഭൂതപൂർവമായ വളർച്ച ഒരു കാര്യം വ്യക്തമാക്കുന്നു, യേശു വരാറായി. യേശുവിനെ ഒരിക്കൽ തിരസ്കരിച്ച അവന് പോലും ബോധ്യം വരുന്ന വിധത്തിൽ ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെ അവനെ ചൊല്ലി വിലപിക്കും. ആമേൻ എന്ന് പറഞ്ഞ് ഉറപ്പിച്ചുകൊണ്ട് വെളിപ്പാട് പുസ്തകം ആത്യന്തികമായി ആ സത്യം പ്രകടമാക്കുന്നെങ്കിൽ ഇതാ കാലവിളംബമന്യേ യേശു തന്റെ രാജ്യം സ്ഥാപിക്കാൻ സമയം സമാഗതമായി. അതിന്റെ ഒന്നാമത്തെ തെളിവ് ആ ജൂതന്റെ ചരിത്രത്തിലേക്കുള്ള തിരിച്ചുവരവ്. അടിച്ചു നിരത്തി ഉന്മൂലനം ചെയ്ത അവൻ ചരിത്രത്തിൽ തിരിച്ചു വന്നെങ്കിൽ നിങ്ങൾക്കറിയണ്ടേ, ലോകത്തേറ്റവും അധികം ആയുധം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇപ്പോൾ. ആയുധ വിപണി. അവനോട് ഏറ്റവും അധികം ആയുധം വാങ്ങുന്ന രാജ്യത്തിൻ്റെ പേര് പറയാൻ എനിക്ക് പേടിയൊന്നുമില്ല, നമ്മൾ ഇന്ത്യയാണ്. പിന്നെ ഇതിലെ 2 പ്രകടനം പോയി നിർത്തുന്നു, ഇന്ത്യ ആയുധം വാങ്ങാതിരിക്കുകയില്ല. ഇതുകൊണ്ട് ആ കാർഗിലിൽ നിന്നൊക്കെ ഭീകരവാദിയിൽ ഓടിച്ച നമ്മൾ അത്യാധുനിക ആയുധം കൊണ്ട്. സ്തോത്രം. അപ്പോൾ എന്തിനാ പറഞ്ഞു? ഇതൊക്കെ പ്രവചനപരമായതുകൊണ്ട് പറഞ്ഞാൽ കേട്ടോ, അല്ല കൊല്ലുന്നവരുടെ കൂടെ ഒന്നും നമ്മളില്ലെന്നേ. കൊല്ലുകയും ചാകുകയൊന്നും നമുക്ക് കയ്യിൽ ആവേശമൊന്നുമില്ല. പക്ഷെ പ്രവചനം പറയുമ്പോൾ ചരിത്രത്തിൽ ദൈവം ഇടപെട്ട രീതിയെക്കുറിച്ച് പറയണം. നമുക്ക് യുദ്ധമില്ലെന്നേ ഉള്ളൂ കേട്ടോ, തമ്പുരാന് യുദ്ധമുണ്ടെന്ന്. യുദ്ധം യഹോവയ്ക്കുള്ളതെന്ന് ദൈവം ഡിസൈഡ് ചെയ്യും, അതുപോലെ നടക്കൂ കാര്യങ്ങൾ. ഹല്ലേലൂയ. അവൻ ചിന്തിച്ചു, അങ്ങനെ സംഭവിച്ചെന്ന്. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായിരുന്നു. അവിടുത്തെ വാക്ക നമ്മുടെ ജീവിതത്തിൻ്റെ ബലമെങ്കിൽ ഇത് കാണുമ്പോൾ ഭക്തൻ മനസ്സിലാക്കിക്കൊള്ളണം, ഏതാണ്ട് കാര്യമൊക്കെ നടക്കാൻ സമയം സമാഗതമായി. പ്രിയരെ പറയട്ടെ, ഇന്നേ അതിവേഗം ഇസ്രയേൽ എന്ന രാഷ്ട്രം ചരിത്രത്തിലേക്ക് തിരിച്ചു വരുന്നത് പ്രകടമായ കാര്യമാണ്. ഇതുപോലെ എൻ്റെ വിശുദ്ധ ബൈബിൾ പറയുന്നു, പ്രതിമ സംസാരിക്കേണ്ടതിന്, മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കേണ്ടതിന് മൃഗം അവന് അധികാരം കൊടുത്തു. അതൊക്കെ എണ്ണി പറയേണ്ടതാ. ഇതൊക്കെ പണ്ട് ഞങ്ങൾ പറയുമ്പോൾ പ്രതിമ സംസാരിക്കുമെന്നൊക്കെ ചോദിച്ചല്ലേ. ഇത് നമ്മുടെ വീട്ടിൽ വന്നിരിക്കുക ഈ സാധനം അല്ലേ. നമ്മൾ അങ്ങോട്ട് ചോദിച്ച സകല ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയത്തക്ക വിധത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളർന്നു.
അതിനൂതനമായ പിടിച്ചാൽ കിട്ടാത്തൊരു നിലയിലേക്ക് ലോകം പോയിക്കൊണ്ടിരിക്കുക. എൻ്റെയും നിങ്ങളുടെയും കൺമുമ്പിൽ ഇനി കാണാൻ പോകുന്ന കാഴ്ചയുണ്ട്. അതുകൂടി കണ്ടിട്ടേ നമ്മൾ ഇഹലോകം വിട്ടു പോകൂ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അതുമായി ഏറ്റവും അടുത്തിടപഴകുന്നു. 666 എന്ന മാന്ത്രിക സംഖ്യയിലൂടെ ഉലകത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ഒരേകാധിപതി മറുഭാഗത്ത് ശക്തമായിക്കൊണ്ടിരിക്കുന്നു. അവൻ്റെ രീതിശാസ്ത്രങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കുമ്പോൾ ആരും അറിയാത്ത മറ്റൊരൊരുക്കം ഇവിടെ നടക്കുന്നുണ്ട്. തൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. തന്നെത്താൻ ഒരുങ്ങുന്ന ആ കാന്തയുടെ വിശാലമായ ആ ഒരുക്കത്തിൻ്റെ പദ്ധതിയിൽ ഞാനും നിങ്ങൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ഇന്ന് രാത്രി ജാഗ്രതപ്പെടാം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വരാറായി എന്ന അവബോധത്തോടെ നമുക്ക് നാളുകൾ എണ്ണിക്കഴിയാം. യേശു വരാറായി, നമ്മുടെ കർത്താവ് വരാൻ സമയം സമാഗതമായി. ആ കർത്താവിനെ എതിരേൽക്കാനുള്ള വ്യഗ്രത ഒട്ടും കളയാതെ ഉത്തരവാദിത്വ ബോധത്തോടെ നമുക്ക് നിൽക്കാം. ഈ നാളുകളിലൊന്നിൽ കാഹളം ധ്വനിക്കും. ദൈവത്തിൻ്റെ മക്കൾ അവൻ്റെ സന്നിധിയിൽ എടുക്കപ്പെടും. യേശുക്രിസ്തുവിന് 3 പേരെയാണ് ഈ സേറ്റനിക് പദ്ധതിയിൽ വെളിപ്പാട് ദിവസം പറയുന്നത്. ലൂസിഫർ എന്ന പഴയ പാമ്പ്, പിന്നെ മൃഗം എന്ന് പറയുന്ന ഒരേകാധിപതി അല്ലെങ്കിൽ എതിർക്രിസ്തു, ഒരു കള്ളപ്രവാചകൻ. ഇവരിൽ ലൂസിഫർ എന്നവനെ പിടിച്ചു ബന്ധിച്ച് 1000 ആണ്ട് പുറത്തേക്ക് വരാതെ ഒരു സ്ഥലത്തങ്ങ് ലോക്ക് ചെയ്യും. മൃഗത്തെയും കള്ളപ്രവാചകനെയും പിടിച്ചു കെട്ടി ഗന്ധക തീപ്പൊയ്യയിൽ തള്ളും. അവരുടെ കൂടെ കുറേ ഒരു ഗാങ്ങൊക്കെ ഉണ്ടാവും. അവനാ ഈ നരകം ഓപ്പൺ ചെയ്യുന്നു, അവിടെ കിടക്കും. എന്നിട്ടേ പിശാചുക്കളില്ലാത്ത, ദുഷ്ടതയില്ലാത്ത ഒരാദർശ ലോകം 1000 ആണ്ട് ഈ ഭൂമിയിൽ നിങ്ങൾക്ക് കാണാം. ഇതാ ബൈബിളിൻ്റെ പഠനം. 1000 കൊല്ലം. അതിനാണ് നമ്മളൊരു പേര് പറയുന്നത് സഹസ്രാബ്ദ വാഴ്ച. മനസ്സിലായോ? 1000 ആണ്ട്. ലൂസിഫർ ഇല്ല, മൃഗവും കള്ളപ്രവാചകനെല്ലാം പോയി, നേരത്തെ പോയി. പക്ഷെ മരണമൊക്കെ ആ ലോകത്തുണ്ട്. ശിശു 100 വയസ്സുള്ളവനായി മരിക്കും. നമ്മളാരും അല്ല. നമ്മുടെ ബോഡിക്കൊരു പ്രത്യേകതയുണ്ട്. മരണമില്ലാത്തൊരു ശരീരത്തിലാണ് ഭക്തൻ ഉയർത്ത ദൂതതുല്യരാകും. ദൂതതുല്യരായുള്ള പ്രത്യേകത അറിയോ? എപ്പോഴും മനുഷ്യനെ പോലെ പെരുമാറാമെന്ന്, മനുഷ്യനെ പോലെ ജീവിക്കാമെന്ന്. മനസ്സിലായില്ല? അബ്രഹാമിൻ്റെ വീട്ടിൽ വന്ന 3 ദൂതന്മാരെങ്ങനെ ആ വീട്ടിൽ വന്നോ ഇതുപോലെ ഭൂമിയിൽ ജീവിക്കാവുന്ന, അതേ സമയത്ത് മറ്റൊരുത്ത് പ്രത്യക്ഷമാകാമെന്ന്, അതേ സമയത്ത് ദൂതശരീരത്തിൽ പ്രത്യക്ഷനായി ഏത് ഗോളത്തിലും ചെന്നു പറ്റാമെന്ന്. അങ്ങനെയുള്ള രൂപാന്തര ശരീരികളായ നമ്മൾ മനുഷ്യരെ പോലെയും തോന്നിപ്പിക്കും, ദൂതനായി മാറുകയും ചെയ്യും. ഗബ്രിയേലും മീഖായേലും ഒക്കെ പോലെ നമ്മളാകുമെന്ന്. ജെൻഡർ വ്യത്യാസമില്ല, അതൊന്നും പറയുന്നില്ല ഞാൻ. ഇനിയേ 1000 ആണ്ട് വാഴ്ച വാസ്തവത്തിൽ നമ്മളോട് കർത്താവ് പറഞ്ഞ വാഗ്ദത്തമല്ല, സഭയോട് പറഞ്ഞല്ല. സഭയുണ്ട്. കാരണം എന്താ? കാന്തനുള്ളിടത്ത് കാന്തയുണ്ട്, അതാ കാര്യം. നമ്മളുണ്ടെന്നേ ഉള്ളൂ. ഇതാരോട് പറഞ്ഞാന്നറിയണ്ടേ? പഴയ നിയമ ഭക്തന്മാരോട് പറഞ്ഞ കാര്യം. അല്ലെങ്കിൽ പാപം ചെയ്യാത്ത ആദമേ, നീ ഇപ്പൊ പാപിയായി പാപം ചെയ്യാതിരുന്നെങ്കിൽ നിന്റെ ഒരു ദിവസം എങ്ങനെ ഇരിക്കും? അതിൻ്റെ പേരാ 1000 ആണ്ട് വാഴ്ച. എത്ര ആനന്ദമാണ്! നമ്മൾ പാപരഹിതരായിരുന്നെങ്കിൽ ആ ലോകമൊന്ന് കാണിച്ചു തന്നാൽ ഇങ്ങനെ ഇരിക്കുമെന്ന്. വീണ്ടും നന്ദികെട്ട മനുഷ്യൻ അധികാരമോഹികളായി വീണ്ടും ഒരിക്കൽ കൂടി പുത്രനെതിരെ കളമൊരുക്കിക്കൊണ്ട് യുദ്ധത്തിനടുത്ത് വരും. അടുത്ത് വന്നിട്ട് ആ യുദ്ധത്തിൽ യേശു തൻ്റെ പിതാവ് പുത്രനെ വലത്തുഭാഗത്തിരുത്തിയിട്ട് ആത്യന്തിക വിധിക്ക് വേണ്ടി പിതാവ് തയ്യാറെടുക്കും. ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക. ഞാൻ പറഞ്ഞു 1000 ആണ്ട് വാഴ്ച ജൂതന്മാർക്ക് അല്ലെങ്കിൽ പഴയ നിയമഭക്തന് കൊടുത്ത വാഗ്ദത്വമാണ്, നമുക്കുള്ളതല്ലെന്ന്. പക്ഷെ നമ്മളവിടെ ഉണ്ടെന്ന് എൻ്റെ കാര്യവും പറഞ്ഞു. എന്നാൽ തീരെ നമുക്കുള്ളതല്ലെന്ന് പറയാൻ പറ്റില്ല. നമുക്കൂടെ ഉള്ള എങ്ങനെയാണെന്നറിയണ്ടേ? പറയാം. കോടാനുകോടികളുടെ ആസ്തിയുള്ളൊരു രാജകുമാരൻ, സുന്ദരൻ, സുമുഖൻ, ജ്ഞാനി, ചെറ്റക്കൊടിലെ നിർധനയായ ഒരു പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ട് എല്ലാം അറിഞ്ഞവളെ സ്വന്തമാക്കി.
ഒരാദർശ വിവാഹം. കാര്യം ആദർശമൊക്കെ കൊള്ളാമെങ്കിലും ഈ പെൺകുട്ടിയുടെ കൂടെ ഒരു ദിവസമെങ്കിലും അവളുടെ വീട്ടിൽ ഈ രാജകുമാരൻ കഴിയണം. വേണ്ടേ? ആ പാവം സാധു പെൺകുട്ടിയുടെ പേരാ സഭ. ആ സഭയും കാന്തനും ഒരുമിച്ച് കഴിയുന്ന ഇഹലോക ജീവിതത്തിലെ സംവിധാനത്തിൻ്റെ പേരാണ് മില്ലീനിയം അഥവാ സഹസ്രാബ്ദ യുഗം. ആ സഹസ്രാബ്ദം കഴിഞ്ഞിട്ട് നമുക്കൊരു നിത്യത. ആ നിത്യതയുടെ ഒരു ക്യാപിറ്റൽ സിറ്റി പുതിയ യെരൂശലേം. ആ പുതിയ യെരൂശലേമിൻ്റെ സവിശേഷത, ദൂതൻ അതിനെ ഒരു ചരട് കൊണ്ടളന്നു, ഒരളവുകൾ കൊണ്ടളന്നു. ദൂതന്റെ അളവിനാൽ എന്ന് വച്ചാൽ മനുഷ്യന്റെ അളവിനാൽ 1200 നാഴിക എന്ന് കണ്ടു. ആ പറഞ്ഞ് നമുക്ക് ഇങ്ങനെ നിർത്താം. പ്രിയരേ, 1200 നാഴിക എന്ന് പറഞ്ഞാൽ ഗ്രീക്കിലൊരു വേർഡ് കിടപ്പുണ്ട്, സ്റ്റാഡി എന്നൊരു പദമാണ്. സ്റ്റാദി. ഈ സ്റ്റാദിയിൽ നിന്നാണ് സ്റ്റേഡിയം എന്ന പദം വരുന്നത്. ഗ്രീസിലെ ഒരു ഓട്ടക്കാരൻ ഒരു ഓട്ട മത്സരത്തിൽ ഓടി ഫിനിഷ് ചെയ്യുന്ന പരമാവധി ദൂരമാണ് ഏതാണ്ട് ഒരു 700 മീറ്റർ. 700 മീറ്ററിൽ താഴെയുള്ള ദൂരം, 1/4 കിലോമീറ്റർ. ഇങ്ങനെയുള്ള ഒരു സ്റ്റേഡിയത്തിൻ്റെ വലിപ്പമാണ് ഒരു സ്റ്റാദി. ഇത്ര 1200 മുഴം നീളം. എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നോക്കണം. കുറഞ്ഞ പക്ഷേ ഒരു 10-700 കിലോമീറ്റർ ഇങ്ങനെ നീളം. അത്രയും വീതി, അത്രയും ഉയരമുള്ള ഒരു മഹാനഗരം ഭർത്താവിനായി അലങ്കരിച്ച കന്യകയെപ്പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. കുഞ്ഞാടതിൻ്റെ വിളക്കായി എണ്ണമില്ലാത്ത യുഗങ്ങൾ തൻ്റെ കാന്ത അവനൊപ്പം നിലകൊള്ളുന്ന മനോഹര നിമിഷം കാർത്ത് നമുക്കിന്ന് ജാഗരിച്ചിട്ട് പറയാം, അങ്ങ് വരും. ആ രാജ്യം ശക്തം, ആ രാജ്യം വ്യക്തം. ഞങ്ങളവിടെ നിന്റെ കാന്തയായി എണ്ണമറ്റ യുഗങ്ങൾ നിനക്കൊപ്പം പാർക്കും. ആ പ്രത്യാശ ഉള്ളിലുള്ള ദൈവമക്കൾ അറിയുക. ഇഹലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല, വേദനകൾ സാരമില്ല. നാം അവനെ എതിരേൽക്കാൻ എടുക്കപ്പെടാൻ സമയം സമാഗതമായി. ഹല്ലേലൂയ. ഞാൻ ഇതൊക്കെ ഒരു ക്ലാസ് ആയിട്ട് ഒരിടത്തെടുത്തു. കേട്ടിരുന്നൊരു പയ്യൻ ചോദിച്ചു, നമ്മളിങ്ങനെ അവിടെ ചെന്ന് ഈ പ്രതിഫലമെല്ലാം വാങ്ങി സന്തോഷത്തോടിങ്ങനെ കഴിയുമ്പോൾ കണ്ടവാനം കിരീടങ്ങൾ നമുക്കെല്ലാം കിട്ടി. സത്യത്തിൽ നമുക്ക് ലൂസിഫറിന് പറ്റുമോ പറ്റുമോ അഹങ്കാരം കാരണം? ഞാൻ പറഞ്ഞില്ല. മനുഷ്യൻ്റെ കാര്യമല്ലേ, നമ്മുടെ ആൾക്കാരല്ലേ പുള്ളി ചോദിച്ചാ. ഞാൻ ഓർത്തപ്പോൾ അതിനകത്തൊരു നേരമുണ്ട് അല്ലേ? അതിനകത്തൊരു സംശയത്തിനൊരു കാരണമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ദൂതതുല്യരാകും. അങ്ങനെ ദൂതനല്ലേ ഈ പണി കാണിച്ച്, പിന്നെ ദൂതതുല്യൻ്റെ കാര്യം പറയാനുണ്ടോ? അപ്പോൾ അവൻ പറയുന്ന ഈ കാര്യമുണ്ട്, എനിക്ക് മനസ്സിലായി. എന്നാലേ ഇത് കേട്ട നാൾ മൂലം എൻ്റെ ഒരു ആഗ്രഹമുണ്ട്. ഞാൻ പറയാറുണ്ട്, കർത്താവേ, എന്തിനായി ഒത്തിരി കിരീടം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ. കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞു, കണ്ടവാനം കിരീടം ഒന്നും തന്നില്ലെങ്കിലും മര്യാദയ്ക്ക് അങ്ങ് ചെല്ലാൻ പറ്റിയാൽ മതി അല്ലേ? ഹല്ലേലൂയ അല്ലേ? കാരണം ഈ കിരീടത്തെക്കാൾ വിലപിടിപ്പുള്ള ഒരാളവിടെ ഉണ്ട്, അത് യേശുവാണ്. നമ്മളതിനാണ് പോകുന്നത്. കിരീടമൊക്കെ രണ്ടാമത്തെ കാര്യം. യേശുവിനെ കാണാനാണ്. സ്വർഗത്തിലും നിന്നെ അല്ലാതെ ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ലെന്ന്. ഓട്ടെ, ഞാൻ ആ പയ്യൻ്റെ അടുത്ത് പറഞ്ഞു, നീ പറഞ്ഞ പോലൊന്നും അവിടെ അഹങ്കാരവും നിങ്ങളും ഒന്നും വരികയില്ല. എന്താ കാര്യം? പറയാം, അത് പറഞ്ഞ് ക്ലോസ് ചെയ്തേക്കാം. നമ്മളൊക്കെ രൂപാന്തര ശരീരികളായി വലിയ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് നടന്നെങ്കിലും ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ഒരാളെ അവിടെ കാണാം. അത് ദൈവപുത്രനാണ്. ദൈവപുത്രനൊരു പ്രത്യേകതയുണ്ട്. ആ കയ്യിലെ കഴിഞ്ഞ രാത്രി ഞാൻ ഉറപ്പില്ലേ, ആ മുറിവിനെ ഒരു കുറവില്ല. ആ മുറിവ് അവിടെ കാണും. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ യേശുവിൻ്റെ കയ്യിലെ മുറിവ് ഉറപ്പാണെന്ന് സംശയം വേണ്ടെന്ന്. എന്താ കാര്യം? ഇതേ തോറ്റു തുന്നം പാടിയവൻ്റെ ലക്ഷണമല്ലേ മുറിവ്. ജയാളിയുടെ മുറിവാ ഇത്. ജയമെടുത്തവൻ്റെ മുറിവാ. ചെന്നായ്ക്കളുടെ പറ്റത്തിൽ ഇരമ്പിക്കേറിയ ഒരാടും തിരിച്ചു വന്നില്ലെങ്കിൽ,
ഈ കുഞ്ഞാട് സിംഹമടയിൽ കടന്ന് പല്ലടിച്ചു കൊഴിച്ച് സിംഹത്തെ ഉന്മൂലനം ചെയ്ത് ജയാളിയായി വന്നതിൻ്റെ തെളിവാ ഈ മുറിവ്. ഈ മുറിവുണ്ടെന്നുള്ളതിൻ്റെ അടുത്ത തെളിവ് കേൾക്കണം. നമ്മുടെ സ്വന്തം തോമാസിലിയോട് പറഞ്ഞു, എൻ്റെ വിലാപ്പുറവും തൊട്ട് നോക്കുക, ഇത് ഞാനാ. നമുക്ക് നീളം വരുമ്പോഴൊക്കെ അങ്ങനെ ഒരു തോന്നലെങ്കിലും വന്നു പോയാൽ ആ കരമുയർത്തി ഇങ്ങനൊന്ന് കാണിക്കും. എന്തിനാണെന്നറിയണ്ടേ? നിന്റെ കഴിവല്ല നിന്നെ ഇവിടെ വരെ കൊണ്ടുവന്നത് ഈ മുറിവാണ്. ആ മുറിവിലൂടെ രക്ഷാനിർണയം പ്രാപിച്ച നമ്മെ കണ്ടിട്ടാ ഇതാ സ്വർഗീയ ജീവജാലങ്ങൾ ഒന്നടങ്കം പാടുക, അറുക്കപ്പെട്ട കുഞ്ഞാടേ നിനക്ക് മഹത്വം, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ജാതിയിലും ഭാഷയിലുമുള്ള ഞങ്ങളെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ആ വിലയ്ക്ക് വാങ്ങിയ രക്ഷിത ഗണത്തിനൊപ്പം നമ്മുടെ രക്ഷ ഉറപ്പാക്കാൻ ഈ രാത്രി അടുത്തിയല്ല, ആ രക്ഷാകരണ പദ്ധതിക്ക് പുറത്തൊരാളെങ്കിലും ഉണ്ടെങ്കിൽ ഈ രാത്രി യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മെ സർവസ്വം ഏൽപ്പിച്ചു കൊടുത്തോട്ട് പറയാ, നാഥാ നിന്റെ പിന്നാലെ ഇതാ അടിയനും അടിയനും ആത്മസമർപ്പണം ചെയ്യുന്നു. ആത്മസമർപ്പണത്തിന് എത്ര പേർക്ക് മനസ്സുണ്ട്? ഞാൻ യേശുവിനൊപ്പം യേശുവിന്റെ പൈതലായി ജഗജീവിതം നയിപ്പാൻ, ആ രാജ്യത്തിന്റെ ഓഹരിക്കാരനായിരിക്കാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. അങ്ങനെ സമർപ്പണം ചെയ്ത ഒരാളെങ്കിലും അകത്തും പുറത്തുമുണ്ടെങ്കിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കരമുയർത്താം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കഴിഞ്ഞ രാത്രി ചില കരമുയർത്തി, ഇന്നും ചില കരമുയർത്തുന്നു. ഇനിയും ചില യേശുവിനെ അനുധാവനം ചെയ്യുവാൻ, രക്ഷാനിർണയത്തിന് അനുഭവത്തിലൂടെ സഞ്ചരിക്കാൻ, ഈ സ്നാനമേറ്റ് യേശുവിനോട് ചേരാൻ, യേശുവിനെ പ്രസംഗിക്കാൻ, യേശുവിനായി പാടാൻ കൊച്ചു കുട്ടികളടക്കം മുതിർന്ന ചിലർ കൂടി കരമുയർത്തുന്നു. ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ ഒരാളെങ്കിലും ഇന്ന് പുറത്തുണ്ടെങ്കിൽ ഇപ്പോഴാകുന്ന സുപ്രസാദ കാലം, ഇപ്പോഴാകുന്ന രക്ഷാദിവസം ഈ രക്ഷകനായി ഹൃദയം കൊടുത്ത് ജഗത്തിന് ജീവിതം നയിപ്പാൻ, ആനന്ദ നിർഭരമായി മുമ്പോട്ട് പോകാൻ അത്യുന്നതൻ കൃപയകട്ടെ. ഞങ്ങൾ നിങ്ങൾക്കായി വീണ്ടും പ്രാർത്ഥിക്കും.